നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. നാം അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കൂടിയിരിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതുപോലെ ഭയഭക്തിയോടും ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ ദൈവശബ്ദം കേൾക്കുവാനുള്ള ദൈവിക ആലോചനകളാൽ മുൻപോട്ട് പോകുവാനുള്ള ആ ഒരു ആഗ്രഹത്തോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞു പോയൊരാഴ്ച സംഭവബഹുലമായ ഒരാഴ്ചയാണ്. പലതരം കലാമിറ്റീസ്, പലതരം അപകടങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ കേൾക്കുവാനായിട്ടിടയായി. എന്നാൽ കർത്താവ് പിന്നെയും നമ്മെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഒരുക്കം ഒന്നുകൂടി ഒന്ന് പൂർത്തിയാകുവാൻ വേണ്ടിയാണ്. അതിനുള്ളൊരവസരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു സഹോദരൻ, 47 വയസ്സ് പ്രായമുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ. അദ്ദേഹം പൊന്നലൂർ ദേശക്കാരനാണ്. കർത്താവിൻ്റെ വേലയിൽ ഉത്സാഹിച്ചിരുന്നു. തെരുവിലൊക്കെ നിന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നൊരു സഹോദരനാണ്. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സൃഷ്ടാവായ ദൈവം തന്നെ മടക്കി വിളിച്ചു. നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതിനെക്കുറിച്ചൊക്കെ ചിലർ ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേട്ടു. എന്തുകൊണ്ടാണെന്നൊക്കെ ഉത്തരം കിട്ടിയേ തീരുമെന്നൊക്കെ ആരോടാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്? ഒരു ഫുട്ബോൾ കളിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കളിയിൽ അതിൻ്റെ കളിക്കാർ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുമ്പോൾ അവരെ എത്ര സമയം കളിക്കണം, എങ്ങനെ കളിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ കോച്ചാണ്. സമ്പൂർണ്ണ നിയന്ത്രണം അയാളുടെ കയ്യിലാണ്. എത്ര പ്രഗത്ഭനായ കളിക്കാരനാണെങ്കിലും അദ്ദേഹം തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് കയറി പോരണം. പകരം മറ്റൊരാളെ ആ സ്ഥാനത്താക്കും. അതാണ് കളി നിയമങ്ങൾ. എല്ലാ കളികളോടുള്ള ബന്ധത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് വലുവനായ ദൈവമാണ്. അവരെ തിരിച്ചു വിളിക്കുന്നത് തൻ്റെ സമയത്താണ്. നമുക്കാർക്കും അതിൻ്റെ മേൽ അധികാരമില്ല, നിയന്ത്രണമില്ല. ഇത്രേ പറയാനുള്ളൂ. ആ സഹോദരൻ ഇങ്ങനെ മുൻപോട്ട് പോയപ്പോൾ അദ്ദേഹത്തെ മടക്കി വിളിച്ചിരിക്കുന്നു. അതേസമയം മധ്യകേരളത്തിൽ മൂവാറ്റുപുഴ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് വാഴക്കുളം എന്ന് പറയുന്ന ദേശത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട കത്തോലിക്ക പള്ളിയിലെ സീനിയറായിട്ടുള്ള പുരോഹിതൻ, ഒരു 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആ മനുഷ്യൻ ഈ പറയുന്ന സമയത്ത് തന്നെ ജീവനൊടുക്കി. ഒരു മുഴം കയറിൽ താന് മതിയാക്കി എന്നങ്ങ് പറഞ്ഞു. അത്ര തന്നെ. ജീവനൊടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിലപ്പെട്ട ജീവൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. തനിക്ക് വലിയ താല്പര്യമില്ല ഇനി ഇതിനകത്ത് തുടരാൻ എന്നുള്ളതാണ് താൻ തീരുമാനിച്ചത്. 2 പേരെ ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഒരാൾ മുൻപോട്ട് ജീവിച്ചു പോകാൻ ആഗ്രഹിച്ചു. തൻ്റെ ഉള്ളിലൊരു പ്രത്യാശയുണ്ടായിരുന്നു, ദൈവത്തെ ഭയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ജീവൻ കളയാനായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അതേസമയം മറ്റൊരാൾ ഇത് എറിഞ്ഞ് കളഞ്ഞതായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണാനും കേൾക്കാനൊക്കെ ഇടയായി. വിലപ്പെട്ട ജീവൻ അത് കളയുന്ന കാഴ്ച ഭയാനകമാണ്. ദൈവത്തെ ഭയമുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഈ അടുത്ത കാലത്ത് നിലമ്പൂർ സൈഡിലൊരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ, 40 വർഷത്തെ ശുശ്രൂഷയുള്ള അദ്ദേഹം ഇങ്ങനത്തെ ഒരു സാഹസം ചെയ്തു. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു പാസ്റ്ററാണ്. അതിനെക്കുറിച്ച് ചില ആളുകൾ പറഞ്ഞത് അദ്ദേഹത്തിന് വിഷാദരോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിഷാദരോഗം. ഇപ്പം 40 വർഷത്തെ ശുശ്രൂഷയുണ്ടായിരുന്നൊരു സീനിയർ പാസ്റ്റർ, അദ്ദേഹം വിഷാദരോഗത്തിന് അടിമയാണെങ്കിൽ അദ്ദേഹത്തിന് സീനിയർ പാസ്റ്റർമാർ ആ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? ഒരു ചോദ്യമാണ്. ഈ പറയുന്ന എന്ത് രോഗമാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്പിരിറ്റുണ്ട്. പ്രാണനെടുക്കാനായിട്ട് ആ വ്യക്തിയെ താല്പര്യപ്പെടുന്നത് ഒരിക്കലും പരിശുദ്ധാത്മാവല്ലല്ലോ, അത് വേറെ ആത്മാവാണ്. അപ്പോൾ അതിനെ ന്യായീകരിക്കാനും പറയാനൊന്നും നമുക്കില്ല. പിന്നെ ഈ മുറിവിനകത്ത് ഉരുട്ടുക എന്ന് പറയുന്ന എന്തോ പരിപാടി ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ആരും ഒന്നും പറയാറില്ല, ഞാനും ഒന്നും പറയാറില്ല. പക്ഷെ ഇങ്ങനൊരു സന്ദർഭത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ദൈവസന്നിധി വിലപ്പോകുന്ന കാര്യമല്ല എന്ന അടിവരയിട്ട് പറയുകയാണ്. പിന്നീട് പാട്ടാകട്ടെ പ്രാർത്ഥനയാകട്ടെ എങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചാലും ഒരു കാര്യവുമില്ല. നമുക്കതിൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല, ഒരു നിയന്ത്രണവുമില്ല. നാം അല്ല സൃഷ്ടാവായ ദൈവം തീരുമാനിക്കും എപ്പോൾ ഇങ്ങോട്ട് വരണമെന്നും എപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്നും ഒക്കെ. അതിൻ്റെ ഫയലുകളെല്ലാം ദൂതന്മാരുടെ കയ്യിൽ സജ്ജമായിട്ടിരിപ്പുണ്ട്. നമുക്കതിനകത്തൊന്നും കയറി തലയിടാനായിട്ട് അവകാശമോ അധികാരമോ ഒന്നുമില്ല എന്നുള്ളത് ഞാൻ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയ മെസ്സേജിനകത്ത് വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി. അങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ
വിശ്വാസ വേലയെക്കുറിച്ച് സംസാരിക്കാനിടയായി. അതായത് പുതിയ നിയമ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ ആ കാര്യത്തിനൊരു ഊന്നൽ കൊടുത്തുകൊണ്ടാണ് സംസാരിച്ചത്, വിശ്വാസ വേല എന്നുള്ളൊരു കാര്യം. നമ്മുടെ പൂർവന്മാരായ അപ്പസ്തോലന്മാരും ആദിമ സഭാപിതാക്കന്മാരും ഒക്കെ അവരെയൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പൗലോസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദീർഘമായ ഒരു സമയം താൻ ശുശ്രൂഷിച്ച കാര്യങ്ങൾ വിശുദ്ധ തിരുവഴുത്തിലുണ്ട്. തൻ്റെ ലേഖനങ്ങളിലാകട്ടെ അപ്പോസ്തല പ്രവൃത്തിയിലാകട്ടെ, അങ്ങനെ ഇവിടെയെല്ലാം നമുക്ക് പരിശോധിക്കുമ്പോൾ തൻ്റെ 3 മിഷൻ യാത്രകളും അതിന് ശേഷമുള്ള റോമിലേക്കുള്ള ആ കാരാഗ്രഹവാസത്തിനുള്ള യാത്ര, അവിടുത്തെ വാസം, അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം എഴുതിയ 2 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ, അതായത് തിമോത്തിയോസിൻ്റെ ലേഖനങ്ങൾ, അതൊക്കെ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ താൻ ഒരു മനുഷ്യരുടെ മുമ്പിലും ശുശ്രൂഷയെക്കുറിച്ചോ വേലയെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിക്വസ്റ്റുകളോ അങ്ങനത്തെ ഒരു കാര്യവും എങ്ങും അവതരിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ വേല ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഞാൻ ചില പദപ്രയോഗങ്ങൾ നടത്തി. അത് ചിലപ്പോൾ ചില മനുഷ്യർക്കൊക്കെ അതൊരു മനോവിഷമത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെയുള്ള എല്ലാവരോടുമായി പറയട്ടെ, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ചില സത്യങ്ങൾ നമുക്ക് പറയാതെ തരമില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയതിലെ ഒരു പദപ്രയോഗമാണ് നല്ല സഭ എന്നുള്ളത്. അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ പാസ്റ്റർമാർ ട്രാൻസ്ഫറിൻ്റെ, അതായത് മെയിൻ ലൈൻ ചർച്ചസിലെ കാര്യമാണ് പറയുന്നത്, അവിടെ ട്രാൻസ്ഫറുണ്ട്. ട്രാൻസ്ഫറുള്ള ചർച്ചുകളിലെ പാസ്റ്റേഴ്സ് അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് എത്തും, സാമാന്യം നല്ല ഒരു സഭയെന്ന്. അപ്പോൾ ഈ നല്ല സഭ എന്താണെന്ന് ഞാൻ നിങ്ങളിൽ ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ കൃത്യമായി നിങ്ങൾ അത്രയും കൂലങ്കഷമായി ചിന്തിച്ചിട്ടില്ല. അതായത് അങ്ങനെ എന്താ പറയുക, ഒരു നെഗറ്റീവായ ചിന്തകളൊന്നുമല്ല നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. എനിക്ക് വേണ്ടി ഉത്തരം പോസിറ്റീവായ ഉത്തരമല്ലായിരുന്നു, അതിൻ്റെ ഒരു കറക്റ്റ് ആൻസറായിരുന്നു. ഈ കാലഘട്ടത്തിൽ ആളുകൾ ചിന്തിക്കുന്ന ആ ഒരു ചിന്തയായിരുന്നു വേണ്ടത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ: ദൈവം അയക്കുന്ന സ്ഥലത്ത് നമ്മൾ പോകുന്നു. നമുക്ക് വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ? പഴയ നിയമത്തിലെ ശുശ്രൂഷകന്മാരെ കുറിച്ച് പോലും നമ്മൾ കാണുന്ന ഒരു കെട്ടപ്പെട്ട അടിമകളെ പോലെയാണ്, അല്ലേ? അഹ്റോനെക്കുറിച്ച് ഞാനൊരു സൂചന തന്നു. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൽ അഹ്റോനോട് വലിയവനായ ദൈവം പറയുന്നത്, ഞാനാണ് നിൻ്റെ ഓഹരി. അതായത് ഈ പാലും തേനും ഒഴുകുന്ന ആ ദേശം, പാലും തേനും ഒഴുകുന്ന ആ ദേശമൊക്കെ കോൺക്വർ ചെയ്തതിന് ശേഷം സകലതും ഈ ഗോത്രങ്ങൾക്കെല്ലാം വിഭാഗിച്ചു കൊടുത്തിട്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ധൂപം അർപ്പിക്കുന്ന, പരിമള ധൂപം അർപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനോട് പറയാണ്, നിനക്ക് പ്രത്യേകിച്ചൊന്നും ഞാൻ തരുന്നില്ല, ഞാനാണ് നിൻ്റെ ഓഹരിയെന്ന്. ആ കാലത്ത് ഈ സൗകര്യങ്ങളെല്ലാം അനുവദിച്ച് കിട്ടിയ ആ ഒരു കാലത്ത്, അല്ലേ? ആ കാലം എന്ന് പറഞ്ഞാൽ അതായത് ഈ ഭൂമിയൊക്കെ അവർക്ക് സ്വന്തമായി, ആ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പാകത്തിന് കുടികിടപ്പ് അവകാശം തന്നെ അവർക്ക് കിട്ടുകയാണ്. കുടികിടപ്പ് അവകാശം അവർക്ക് കിട്ടുകയാണ്. അതിൻ്റെ ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അധികാരി എന്ന് പറയുന്നത് യഹോവയായ ദൈവമാണ്. എന്നാൽ കുടികിടപ്പിനുള്ള അവകാശം ഇസ്രായേലിന് കൊടുക്കുകയാണ്, ഈ ഗോത്രങ്ങൾക്കൊക്കെ കൊടുക്കുകയാണ്. പക്ഷേ അഹ്റോനോട് പറയുകയാണ്, ഞാനാണ് നിൻ്റെ ഓഹരി എന്ന്. അത് പഴയ നിയമത്തിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. അതേ കാര്യം തന്നെ നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും മനസ്സിലാക്കാൻ കഴിയും. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ, വിശേഷിച്ച് പൗലോസാകട്ടെ പത്രോസാകട്ടെ, അവരുടെയൊക്കെ ശുശ്രൂഷ ജീവിതം അടുത്ത് നിന്ന് കാണുകയും പഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ശാന്തമായി സമയമെടുത്ത് പഠിക്കണം. അങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരും അത്തരക്കാർ തന്നെയായിരുന്നു. പൗലോസ് കൂടെ പറയുന്നുണ്ടല്ലോ, ഞാൻ ക്രിസ്തുയേശുവിൻ്റെ ഒരു ദാസനെന്ന്. നമ്മൾ മലയാളത്തിൽ അങ്ങനെ വായിക്കുമ്പോഴും അത് ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് പോകുമ്പോൾ താനൊരു ഡ്യൂലോസ് ആണെന്നാണ് പറയുന്നത്, ഒരു അടിമയാണെന്നാണ് പറയുന്നത്. അടിമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും ദാസൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും തമ്മിൽ വലിയ അന്തരമാണ്. ദാസന് ചില റൈറ്റ്സൊക്കെ ഉണ്ട്, ചില അവകാശങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ദാസന് പറയാൻ കഴിയും. പക്ഷേ ഒരു അടിമയെ സംബന്ധിച്ച് അങ്ങനത്തെ ഒന്നും പറയാനില്ല. അടിമയ്ക്ക് ആകെയുള്ളൊരു അവകാശം എന്ന് പറയുന്നത് ശ്വാസം എടുക്കാനുള്ള അവകാശമാണ്. എടുക്കാൻ മാത്രമല്ല കേട്ടോ, അത് പുറത്തേക്ക് കളയാനുള്ള അവകാശവും കൂടിയുണ്ട്. ദാസനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ദാസൻ 5 മണിയാകുമ്പോൾ വാച്ചയിൽ നോക്കും, 5 ആയി, ഓക്കെ. ദാസന് 5 മണിക്ക് വാച്ചേ നോക്കാം. ഈ പറഞ്ഞ മനുഷ്യന് 5 മണിയില്ല 6 മണിയില്ല വാച്ചയിലേ നോക്കാൻ പറ്റില്ല. ദാസൻ കൂലിക്ക് പണിയുന്നയാളാണ്, അതേസമയം അടിമ എന്ന് പറയുന്നത് യജമാനൻ്റെ ഒരു ഭാഗമാണ്, യജമാനൻ്റെ അഭ്യുദയകാംക്ഷയാണ്, യജമാനൻ്റെ എല്ലാത്തിൻ്റെയും സൂക്ഷിപ്പുകാരനാണ് ഈ അടിമ.
അടിമയെക്കുറിച്ച് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ആ സമ്പ്രദായത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാം 6 സംവത്സരം യജമാനനോട് കൂടെ നിന്ന അടിമയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പുറത്തു പോകാനുള്ള അവസരമുണ്ട്. അങ്ങനെ മിക്കവാറും അടിമകൾ പോകും. എന്നാൽ ചില അടിമകൾ ഈ ഇത്രയും സമയത്ത് യജമാനനോട് കൂടെ നിന്ന് യജമാനൻ്റെ ചൂരും ചൂടും ഒക്കെ അടിച്ച് യജമാനൻ്റെ സ്വഭാവ മഹിമകളും കരുതലുകളും ഒക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ അവൻ അങ്ങനെ പുറത്തു പോകാനായിട്ട് തോന്നില്ല. താനും തനിക്കുള്ളതൊക്കെയും യജമാനനുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവനെ യജമാനൻ്റെ വീടിൻ്റെ കട്ടിലപ്പടിയിൽ ചേർത്ത് നിർത്തി അവൻ്റെ കാത് അങ്ങനെ ചേർത്ത് നിർത്തി ഒരു സുഷിരമിടും, ഒരു തുളയ്ക്കുമെന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ ഒരു സുഷിരമുള്ള അടിമയെ കണ്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കുക ഇവൻ ആ യജമാനന് കെട്ടപ്പെട്ട അടിമയാണ്, ഇവൻ പുറത്തു പോകുന്നില്ല എന്ന് തീരുമാനിച്ച വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു അടിമയായിട്ടാണ് നമ്മൾ പൗലോസിനെ കാണുന്നത്. പൗലോസിലേക്ക് അങ്ങനെ തന്നെയാണ് പറയുന്നത്. തനിക്ക് സ്വന്തമായി റൈറ്റ്സ് ഒന്നുമില്ല. ആസിയിൽ ഒരു കൺവെൻഷൻ നടത്തണമെന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് വിലക്കി കഴിഞ്ഞാൽ യെസ് ഓക്കെ. തനിക്ക് ബിദുന്യയിൽ വലിയൊരു ക്രൂസൈഡ് നടത്തണമെന്ന് താല്പര്യമുണ്ട്. പരിശുദ്ധാത്മാവ് വിലക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു അക്ഷരം സംസാരിക്കുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഷീറ്റ് എന്നാൽ അങ്ങനെ അടുത്ത പ്രോഗ്രാം ഷീറ്റൊന്നും ഇമ്മീഡിയറ്റ് ഒന്നും ചിലപ്പോൾ ലഭിക്കില്ല. അത് വിലക്കൊക്കെ കഴിഞ്ഞ് സ്റ്റോപ്പ് മെമ്മോ കൈ കിട്ടിക്കഴിഞ്ഞ് പിന്നെ എന്തൊന്നും ഒരു പിടിയില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പാതിരാത്രിക്കാണ് ഒരു വെളിപ്പാടൊക്കെ ലഭിക്കുന്നത്. മക്കതോനിക്കാരനൊരു പുരുഷൻ അരികെ നിന്ന് പറയുകയാണ്, ഞങ്ങളുടെ ദേശത്ത് വരിക. ആരോടായി പറയുന്നത്? നമ്മുടെ നാട്ടിലെ ഉദ്ദേശിമാരോടല്ല. അപ്പോൾ അവരാണെങ്കിൽ മാർച്ച് ഏപ്രിൽ എന്നൊക്കെ നോക്കും, ട്രാൻസ്ഫറിൻ്റെ സമയമൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ വേറെ സ്ഥലത്ത് ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ പല കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ അങ്ങനെയല്ല. ഈ കെട്ടപ്പെട്ട അടിമ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പൊയ്ക്കൊള്ളാം. ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു ഒഴുക്ക് കിട്ടിയതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ്. ഈ മനുഷ്യൻ ആ വെളിപ്പാടോടുകൂടി മാസിഡോണിക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു പുരുഷൻ അരികെ നിന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണല്ലോ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ഏഷ്യയുടെ മണ്ണിൽ നിന്ന് യൂറോപ്പിൻ്റെ മണ്ണിലേക്ക്, നമ്മൾ ഈ ഇന്നത്തെ മോഡേൺ തുർക്കിയിലേക്ക് പോയാൽ അവിടെ ഒരു മർമര കടലെടുക്കുന്നുണ്ട്. അതങ്ങ് ക്രോസ് ചെയ്ത് മറുകരയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ മറുകരയിലേക്ക് കടന്ന് താൻ കയറി ചെല്ലുന്ന ആദ്യത്തെ പ്രധാന പട്ടണം ഫിലിപ്പി. ആ ഫിലിപ്പി മാസിഡോണിയയുടെ ഒരു പ്രധാന പട്ടണമാണ്, അല്ലെങ്കിൽ ഒരു ഹെഡ് ക്വാർട്ടർ എന്ന് വേണേൽ വിളിക്കാം. നമ്മുടെ 2ാം മിഷൻ യാത്രയിൽ പൗലോസ് പോയതൊക്കെ പറഞ്ഞതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടും ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് തുല്യമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ ഈ അരികെ നിന്ന പുരുഷനെയൊക്കെ തപ്പിത്തേടി നടന്നിട്ട് കാര്യമില്ല. അവിടെ ഒരു പുരുഷനെയും കണ്ടില്ല. മക്കതോനിക്കാരനായ ഒരു പുരുഷൻ തന്നോട് സംസാരിക്കുന്ന ഒരു ദർശനം കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺമുമ്പിലില്ല. കാര്യങ്ങളൊക്കെ ഒരു ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. എവിടെ പാർക്കും, എങ്ങനെ, എന്താ, ഏതാ, വൈകിട്ടത്തെ ഡിന്നറിൻ്റെ മെനു പോയിട്ട് തല എവിടെ ചായ്ക്കുമെന്നൊരു ഒരു 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 സാധ്യത പോലും മുമ്പിൽ കാണുന്നില്ല. എവിടെ നിന്നുകൊണ്ട് പോഡിയത്തിന് ഇത്ര ഉയരം വേണം, മൈക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണം, ഇത്ര വാട്ട്സിൻ്റെ ബോക്സ് വേണം എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഇവിടെ പുഴവക്കത്ത് ചെന്നപ്പോൾ പൗലോസിന് അവിടെ ഒരു പോഡിയവും കിട്ടിയില്ല, മൈക്ക് ചെരിഞ്ഞു വരുന്നില്ല, വളഞ്ഞു വരുന്നില്ല. പിന്നെ കുറേ പ്രസിദ്ധമായ കമ്പനികളുടെ മൈക്രോഫോണും അതുമൊക്കെ ഉണ്ടല്ലോ, എനിക്കെല്ലാത്തിൻ്റെ പേരിട്ട് അറിയാനും മേല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. പിന്നെ ആകെ കുറേ സഹോദരിമാരെ കിട്ടി. ആ സഹോദരിമാരെ കിട്ടിയപ്പോൾ തനിക്ക് ആവേശമായി അവരോട് സുവിശേഷം പറയാനുള്ള. അങ്ങനെ അവരോട് സുവിശേഷം പറഞ്ഞു തുടങ്ങിയെങ്കിലും അവരിൽ ബഹുഭൂരിപക്ഷവും കേട്ടിട്ട് തൊട്ടടുത്തുള്ള പുഴയിലേക്ക് അതെല്ലാം ഒഴുകിക്കളഞ്ഞു. ഒരൊറ്റ ലുദിയ മാത്രമാണ് ഹൃദയം തുറന്നത്. ഒറ്റ ലുദിയ മാത്രം. നോക്കണം, ആ ഒറ്റ ലുദിയ മതി. ആ ലുദിയായുടെ ഹൃദയവും തുറന്നു, ലുദിയ തൻ്റെ വീടിൻ്റെ വാതിലും തുറന്നു കൊടുത്തു അഭിഷിക്തന്മാർക്ക് വേണ്ടി. അങ്ങനെ ഫിലിപ്പിയിലൊരു സഭ ആരംഭിക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായൊരു സഭ അവിടെ ആരംഭിക്കുകയാണ്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ ലുദിയ അങ്ങനെ തുറന്നു ഇങ്ങനെ തുറന്നു എന്നൊക്കെ പറയും. പക്ഷേ ഓർക്കണം, അതിൻ്റെ പിന്നിലൊക്കെ ഒരു സമർപ്പണത്തിൻ്റെതായ ഒരു കാര്യമുണ്ട്. ഒരു കെട്ടപ്പെട്ട മനുഷ്യൻ, ഒരു കെട്ടപ്പെട്ട അടിമ, സമ്പൂർണ്ണമായും ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തൊരു മനുഷ്യൻ. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടമെന്ന് കൂടെ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ശുശ്രൂഷയുടെ തുടക്കവും അതിൻ്റെ ഒരു മധ്യഭാഗവും അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോഴും എല്ലാ ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട് അയച്ചവൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം എന്നുള്ളൊരു കാര്യം. അതേ നിലയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സാധാരണ മനുഷ്യൻ എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം പോലെയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൗലോസിന് പറയാനില്ലല്ലോ.
എന്നാൽ കർത്താവ് ഒരു തികഞ്ഞ മനുഷ്യനെന്നുള്ള നിലയിൽ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരിശോധിപ്പിക്കപ്പെട്ടവൻ തന്നെയാണ്. അത് ഞാൻ മറന്നുകൊണ്ടല്ല പറയുന്നത്. എങ്കിലും ആ പൗലോസ്ലീഹ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ആ ഔന്നിത്യം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് അടുത്ത് നിന്ന് ദർശിക്കുന്ന പോലെ തോന്നുകയാണ് അല്ലേ. ആ തലമുറയിലെ മനുഷ്യർ കണ്ട ഒരു ശുശ്രൂഷകനാണ് പൗലോസ്. അത്രയും ഒരു ശ്രേഷ്ഠനായ വ്യക്തിയെന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ സമർപ്പണത്തിൽ ജീവിച്ചിട്ടും ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടും ജനം തന്നെ ജഡികനെന്നൊക്കെ വിളിച്ചു. കാരണം 1 ആണ്ടും 6 മാസവും നിന്ന് സുവിശേഷം പറഞ്ഞ സ്ഥലമാണ് കൊരിന്ത്. ആ കൊരിന്തിലെ ജനം തന്നെയാണ് തന്നെ ജഡികൻ എന്നുള്ള നിലയിൽ വിളിച്ചത്. അതിനുള്ള മറുപടി ഈ സ്പോട്ടിൽ തന്നെ കൊടുത്തു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല എന്ന് പറയാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ പൂച്ചണ്ടൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഓർക്കും, ഓ മൈ ഗോഡ് പൗലോസ്ലീഹ എന്നൊന്നും അങ്ങനെ ആരും ചിന്തിക്കരുത്. ഇത് നമ്മൾ ഈ എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിൽ നിന്ന് വന്നവരൊക്കെയാണല്ലോ ഇതിൽ ബഹുഭൂരിപക്ഷം പേര്. അവിടെ ഏവൻഗേലിയോൻ വായനയും പിന്നെ ലേഖനങ്ങളിൽ നിന്നുള്ള വായനകളൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ധന്യൻ പൗലോസ്ലീഹ ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും പറയും, ധന്യൻ പൗലോസ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊന്നുമില്ല. പൗലോസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പൗലോസ് ത്യജിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും അങ്ങനെ പല നിലകളിൽ തൻ്റെ ഒടുവിലേക്ക് വന്ന സമയത്ത് താൻ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ തൻ്റെ 1-ാം പ്രതിവാദത്തോടും 2-ാം പ്രതിവാദത്തോടൊക്കെയുള്ള ബന്ധത്തിൽ കൈസറുടെ മുമ്പിൽ ഹാജരാകാൻ പോയ സമയത്ത് തനിക്ക് ഒരു സാക്ഷി പറയാൻ പാകത്തിനോ തന്നെ ഒന്ന് സഹായിക്കാൻ പാകത്തിനോ ഒന്നും ആസ്യക്കാരൊന്നും തന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആസിയയിൽ താൻ എത്രയോ സമയം ചെലവഴിച്ചതാ. 3-ാം മിഷൻ യാത്രയിൽ ആസിയയിലാണ് കടന്നു വന്നത്. ആസിയയിൽ, അതായത് നമ്മൾ പറയുന്ന എഫെസോസിൽ വന്നു. അവിടെ തമ്പടിച്ചുകൊണ്ട് ഏതാണ്ടൊരു 3 വർഷക്കാലം എഫെസോസിൽ ഒരു സഭ സ്ഥാപിതമായി. ചുറ്റുപാടും അനേക സഭകൾ സ്ഥാപിതമായി. അതിൽപ്പെട്ട പല സഭകളെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതിൽപ്പെട്ട പല സഭകളും ആസിയയിലെ തൻ്റെ ആ ഉത്സാഹ നിമിത്തം, തൻ്റെ ആ സമർപ്പണ നിമിത്തം സ്ഥാപിതമായ സഭകളാണതെല്ലാം. പെർഗമോസിലെ മറ്റ് സ്മുർന്നയിലെ അങ്ങനെ അങ്ങ് കിടക്കുകയല്ലേ ആ സഭകളെല്ലാം. അതുപോലെ കൊളോസോസിലെ സഭകൾ, ഈ സഭകളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ സ്ഥാപിതമായതാണ് തൻ്റെ ആ 3-ാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം AD 67 ബന്ധത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം AD 67 ബന്ധത്തിൽ താനൊരു പാനീയാഗമായി അർപ്പിക്കപ്പെടുവാൻ തുടങ്ങുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ താൻ എഴുതുകയാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെക്കുറിച്ച്. തക്ക സമയത്ത് അവരിൽ പലരും തുണനിന്നില്ലെന്നുള്ള കാര്യമൊക്കെ എഴുതുകയാണ്. എങ്കിലും തൻ്റെ പ്രിയമകനായ നിജപുത്രനായ തിമോഥെയോസിനോട് പറയാണ്, നീ വരുമ്പോൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, വേറെ പലരെയും എനിക്ക് ഇവിടെ ഉപകാരപ്പെട്ടില്ലെന്നുള്ളതൊക്കെ അതിൻ്റെ അകത്ത് സൂചനകളുണ്ട്. അപ്പം ഇങ്ങനെയൊരു സമർപ്പണത്തിൽ, ഇങ്ങനെയൊരു അനുഭവത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയെങ്കിലും ഇവർക്കൊന്നും അങ്ങനെ ഇങ്ങനെ വലിയൊരു സമർപ്പണത്തിലും ഇങ്ങനെയൊരു നിശ്ചയദാർഢ്യത്തിലൊക്കെ മുൻപോട്ട് പോയ ശുശ്രൂഷകരായിരുന്നു പൗലോസൊക്കെ. എങ്കിലും അവർക്ക് അവരുടെ ശുശ്രൂഷാ കാലയളവിൽ ഒടുക്കത്തെ സമയത്തേക്കൊക്കെ വരുമ്പോഴും അങ്ങനെ വെഞ്ചാമരങ്ങളൊന്നും ആരും വീശിയില്ല സഹോദരങ്ങളെ. നമ്മുടെ നാട്ടിൽ ഈ മെത്രാന്മാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ ഒരു സാധനമായിട്ട് വരും. അതിൻ്റെ പേരാണ് മേക്കട്ടി എന്ന് പറയും. 4 കാലും അതിന് മുകളിൽ ഒരു ഷാമിയാന പോലത്തെ ഒരു സാധനം. പൊടിയൊന്നും പറ്റാതെ മെത്രാച്ചനെ ഇങ്ങനെ കൊണ്ടുപോകും. ആ മെത്രാച്ചൻ്റെ ഏതാണ്ട് അത്രയൊക്കെ ഇല്ലെങ്കിലും മേക്കട്ടിയില്ലെങ്കിൽ തന്നെയും നമ്മുടെ വലിയ വമ്പന്മാരായ പ്രസിദ്ധരായ ശുശ്രൂഷകരൊക്കെ വന്നിറങ്ങുമ്പോൾ കാറിൻ്റെ ഡോറ് തുറക്കാൻ ആളുകൾ ക്യൂവാണ്. ഡോറ് തുറക്കുന്നു, പെട്ടി പിടിക്കുന്നു, പെട്ടിയെടുക്കുന്നു. ഉപദേശിയെ തന്നെ ചുവന്നുകൊണ്ട് പോകാനായിട്ടാണ് പലരും ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമല്ലോ. അങ്ങനെയൊക്കെ തിക്കും തിരക്കൊക്കെ കൂട്ടുന്നൊരു കാലം. ഇവർക്കൊന്നും അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. അങ്ങനെ ഇവരെയൊന്നും വെഞ്ചാമരം വീശിയൊന്നുമല്ല. അത് വചനത്തിൽ അത് ഈ വാക്കുകൾക്കിടയിലൂടെ നമ്മൾ കണ്ടെത്തണം ആ കാലഘട്ടത്തിലെ ശുശ്രൂഷ, അവരുടെ രീതിയൊക്കെ. ഇത്തിരി നീണ്ടുപോയി ഞാൻ പറയാൻ. ഇത്തിരി നീണ്ടുപോയി. നല്ല സഭയെന്ന് പറഞ്ഞപ്പോൾ
നല്ല സഭയെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ആ കാര്യത്തിൽ ശുശ്രൂഷകന്മാരെ അപമാനിക്കുകയാണോ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു വന്ന കൂട്ടത്തിൽ പൗലോസിനെ സ്മരിച്ചു പോയതാണ്. പൂർവന്മാരായ ശുശ്രൂഷകരെ ഓർക്കണമല്ലോ. അതൊക്കെ ഓർത്തിട്ട് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒന്നും ദൈവസന്നിധിയിൽ യോഗ്യമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊരു ശുശ്രൂഷകനല്ലേ? എന്നെ കർത്താവ് അയക്കുന്നിടത്തും അല്ലെങ്കിൽ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളിലും തൃപ്തനായിരുന്നു കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലോ മറ്റു കാര്യങ്ങളോടുള്ള ബന്ധത്തിലോ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാനൊക്കെ ആഗ്രഹിക്കും. ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കാര്യം ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കും. അതൊക്കെ, പക്ഷേ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ തൃപ്തരായിരിക്കണം. ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തരായിരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ജനത്തോട് തൃപ്തിയോടുകൂടി ഇരിക്കാൻ എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ, അതായത് 1-ാം ലേഖനത്തിൽ അതിൻ്റെ അവസാനത്തെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ്ലീഹ ആ തൃപ്തിയെക്കുറിച്ച് പറയുന്നില്ലേ? 1 തിമത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായം ആകുന്നു താനും. എങ്ങനെയാ? അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി, തൃപ്തിയോടുകൂടിയ ആ ദൈവഭക്തി. തൃപ്തിയിലായിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ തൃപ്തിയില്ലാത്തൊരു ശുശ്രൂഷകന് എങ്ങനെ മറ്റൊരാളോട് തൃപ്തിയെക്കുറിച്ച് പറയാൻ കഴിയും? അല്ലേ? നമുക്ക് ദൈവം അനുവദിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പറഞ്ഞു വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ പറഞ്ഞ കാര്യങ്ങൾ ഞാനങ്ങ് വിടാം. നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞതിൽ സങ്കടപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുകയും ഉത്സാഹിക്കുകയൊക്കെ ചെയ്യുന്ന ഏതൊരു ശുശ്രൂഷകനെയും നമ്മൾ ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും മാത്രമാണ് കാണുന്നത്. അല്ലാത്ത ഒരു രീതിയിലും വാക്കുകൾ കൊണ്ടാകട്ടെ ഒന്നും നമ്മൾ പറയാനായിട്ട് ഒരിക്കലും ഉത്സാഹിക്കില്ല. അത് ദൈവസന്നിധിയിൽ ന്യായവുമല്ല. എന്നാൽ ചില ദ്രവ്യാഗ്രഹികളായ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് പഴയ കാലം പോലെയല്ല. ഇന്ന് ചർച്ചുകളിൽ എല്ലാവരും ചിന്തിക്കാത്ത ആളുകളൊന്നുമല്ല, ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ആ ചിന്തിക്കുന്ന മനുഷ്യർക്ക് അലോസരമാണ് അങ്ങനത്തെ പദപ്രയോഗങ്ങളും അങ്ങനത്തെ വീക്ഷണങ്ങളും ഒക്കെ, അല്ലേ? ശരിയായി വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ദൈവസഭയിലുണ്ട്. അത്തരം മനുഷ്യർ അവരുടെ ശുശ്രൂഷകരിൽ നിന്ന് ഇങ്ങനത്തെ പെരുമാറ്റമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ സങ്കടപ്പെടും. അവരെ എന്തിനാണ് നമ്മൾ സങ്കടപ്പെടുത്തുന്നത്? അപ്പോൾ അതിലേക്ക് ഒന്നും ഒരിക്കലും തള്ളിവിടാൻ പാടില്ല. അത് ശരിയായ കാര്യമല്ല. പിന്നെ ഞാൻ ആ കൂടെ ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ ഈ തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ തന്നെ ആ വാക്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് തിമത്തിയോസ് എന്ന് പറയുന്ന ശുശ്രൂഷകനോടാണ് പറയുന്നത്. അത് ഡയറക്റ്റ് വരുന്നത് സഭയിലെ ദൈവമക്കളോടല്ല, അത് രണ്ടാമതാണ് വരുന്നത്. ആ പറയുന്നതിൻ്റെ ഫസ്റ്റ് ഫേസ് എവിടെയാ? ശുശ്രൂഷകന്മാരുടെ നേരെയാണ് വരുന്നത്. തിമത്തിയോസ് എന്ന് പറയുന്ന ശുശ്രൂഷകനോടാണ് സീനിയർ ശുശ്രൂഷകനായ പൗലോസ് പറയുന്നത്, ബ്രദർ, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കാം. ബാക്കി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 5 അധ്യായത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഈ കാര്യം 6-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്. അപ്പോൾ ഈ 5 അധ്യായത്തിൽ പറയുന്ന ഗൗരവതരമായ കാര്യങ്ങളെ മുറുകെ പിടിക്കുക. അതായത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിലാണ് പറയുന്നത് നിത്യജീവനെ മുറുകെ പിടിച്ചു കൊള്ളാനായിട്ട്. അതുപോലെ വളരെ ഗൗരവതരമായൊരു വാക്യമാണ് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് എന്താ? നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതിക്കൊള്ളുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. യെസ്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നീ നിന്നെ രക്ഷിക്കും, നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൺക്ലൂഷൻ പോലെയാണ്, അല്ലെങ്കിൽ ആ പാരഗ്രാഫ് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗമാണ് ഈ 16-ാമത്തെ വാക്യം. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. നിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ നീ അപകടകാരിയായിട്ട് മാറും. നിൻ്റെ ഉപദേശത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ആറ്റം ബോംബായിട്ട് മാറും. അത് എന്താ പറയുക, അല്പം പൊളിമാവ് പിണ്ടത്തെ മുഴുവൻ പൊളിപ്പിക്കുന്നെന്നല്ലേ നമ്മൾ പറയുന്നത്. ഒരു തെറ്റായ ആശയം നീ മൂലം അനേകരെ പാതാളത്തിലേക്ക് പറഞ്ഞു വിടും. അതിനൊരിക്കലും അതിനിടവരരുത്. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. അവിടെ ഒരു മുന്നറിയിപ്പാണ്. ശുശ്രൂഷകനായ പൗലോസ് തൻ്റെ സന്തത സഹചാരിയായ തിമത്തിയോസിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്, നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക എന്ന്. അതെല്ലാം പറഞ്ഞിട്ടാണ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
പറയുന്നത് ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? തുടക്കത്തിൽ ഞാൻ പൗലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പൗലോസും തിമത്തിയോസുമായി ബന്ധപ്പെട്ട് തിമത്തിയോസിൻ്റെ ലേഖനത്തിലെ കാര്യങ്ങൾ പറയാനായിട്ട് സാഹചര്യം എന്താ? ഇത് ചരിത്രത്തിൽ കിടക്കട്ടെ ഈ ശബ്ദമൊക്കെ. ആരെങ്കിലുമൊക്കെ കേൾക്കുകയാണെങ്കിൽ കേൾക്കട്ടെ. ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ കുറച്ച് പേര് കേൾക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പാസ്റ്റർമാരൊന്നുമല്ല, അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ നിങ്ങളൊക്കെ ഏതെങ്കിലും ശുശ്രൂഷകന്മാരുടെ കൈക്കീഴിലൂടെയല്ലേ ദൈവരാജ്യത്തിലേക്ക് വന്നത്. അവരെല്ലാം ബഹുമാന്യരാണ്. ഇപ്പോൾ നിങ്ങൾ വേറെ പലരുടെയും ശുശ്രൂഷയിൽ നടത്തിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്നെയല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഈ മനുഷ്യരോടൊക്കെയുള്ള ബന്ധത്തിൽ, ഞങ്ങൾ ശുശ്രൂഷകരോട് എല്ലാവരോടും ഉള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾക്കൊന്നും എക്സ്ക്യൂസ് ഇല്ല, ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് ഞാൻ ജസ്റ്റ് ഒന്നങ്ങ് പറഞ്ഞു വിട്ടുള്ളൂ. വിശദീകരണത്തിനൊന്നും കഴിഞ്ഞ ആഴ്ച പോയില്ല. അതേസമയം ഒരു 2 മാസം മുമ്പ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ 6 മുൻപിൽ വെച്ചുകൊണ്ട് അതിൻ്റെ 7, 8, 9, 10, 11 ഇങ്ങനെ ഇത്രയും വാക്യങ്ങൾ, അത് മാത്രമല്ല ആ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ പരിശോധിച്ചാണ് ഒരു 4 ആഴ്ചയെങ്കിലും ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്നുള്ളതിൻ്റെ വിവിധ വശങ്ങളിലൂടെ നമ്മൾ അന്ന് കടന്നുപോയതാണ്. അപ്പം ആ കാര്യങ്ങൾ കേൾക്കാത്തൊരു സഹോദരൻ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങനെ എന്തോ ഒരു സെൻറ്റൻസ് മാത്രം പറഞ്ഞതിന് അദ്ദേഹം എന്നെ വല്ലാത്ത നിലയിൽ അങ്ങ് ഹരാസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനിടയായി. അതുകൊണ്ട് നമുക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. നമുക്കുള്ള കിരീടങ്ങളും പ്രതിഫലങ്ങളുമാണ് അതൊക്കെ. ആരും അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രതിഫലങ്ങൾ അധികം കിട്ടാതെ പോവും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് അത് ദോഷമൊന്നുമല്ല. ചീത്ത വിളിക്കാതിരുന്നാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം, കുഴപ്പമില്ല. അതിൽ ആ സഹോദരൻ ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് പറയുന്ന താങ്കൾ അങ്ങനെയാണോ ജീവിക്കുന്നത് എന്ന്. അതിനകത്ത് 2 പദമാണ്. ഒന്ന് ഉണ്ണുക, 2 ഉടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഉടുക്കാം, തുണി കൊടുത്തിട്ട് വേണമല്ലോ ബാക്കി കാര്യമൊക്കെ. ഉടുക്കാനും ഉണ്മാനും എന്ന് വേണേൽ ചിന്തിക്കാം. ആദ്യ പടി നമ്മൾ തുണി ഉടുക്കുന്നു, രണ്ടാമത്തെ പടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മുഖത്തൊരു കണ്ണാടി ഇരിപ്പുണ്ട്, ഒരു സ്പെക്സ് ഇരിപ്പുണ്ട്. അപ്പോൾ കണ്ണട അത്യാവശ്യമാണ് വായിക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങളെയൊക്കെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ മൊത്തം ഒരു പുകയായി പോവും. അപ്പോൾ അവിടെ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന കൂട്ടത്തിൽ കണ്ണാടിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. സമയം നോക്കാൻ എൻ്റെ കയ്യിൽ വാച്ച് കിടപ്പുണ്ട്, മുള്ളു കൊള്ളാതെ എൻ്റെ കാലിൽ ചെരുപ്പ് കിടപ്പുണ്ട്. പിന്നെ ഞാൻ കിടക്കാനായിട്ടൊരു കട്ടിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ കട്ടിലേലെ മരത്തെ കിടന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ചെറിയ ബെഡ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എഴുതാൻ പേനയുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചു വന്നാൽ സഹതാപം ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. വേദപുസ്തകത്തിന് ചില ഭാഷാപ്രയോഗങ്ങളുണ്ട്. ആ ഭാഷാപ്രയോഗങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ വെടിപൊട്ടിക്കാൻ നടക്കുകയാണ് ആളുകൾ. വെറുതെ ആയുസ് പാഴാക്കുകയാണ്, ഊർജം വെറുതെ. എന്തെല്ലാം കാര്യത്തിന് വിനിയോഗിക്കേണ്ട ഊർജ്ജമാണെന്നറിയാവോ ഈ ഇങ്ങനെ ചിന്തിച്ച് തലപുണ്ണാക്കി അതൊക്കെ ഇങ്ങനെ നമ്മളോട് വിളിച്ചു പറയാനൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ സമയം കൊണ്ട് എന്തുമാത്രം പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ചില മനുഷ്യർ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ സഹോദരൻ്റെ ആ ആശയത്തിൻ്റെ മറുപടിയാണ് പറയുന്നത്. ഈ പറയുന്ന ആ സെൻറ്റൻസിൽ അടങ്ങിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ലൈഫാണ്. അത് ശുശ്രൂഷകനാകട്ടെ വിശ്വാസിയാകട്ടെ എല്ലാവരോടുമുള്ള ബന്ധത്തിൽ നമ്മൾ മുന്നമേ പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ വിശ്വാസത്തിൽ വരുന്ന ആ ഒരു സമയം, വിശ്വാസത്തിൽ വരുന്നൊരു സമയം. ഞാൻ നമ്മുടെ സൺഡേ മെസ്സേജിൽ വീണ്ടും ആ കാര്യങ്ങളിപ്പോൾ പറഞ്ഞു വരികയാണ്, ഒന്നുകൂടെ പറഞ്ഞു വരികയാണ്. ബഹുമാനായ ഒരു ഓർത്തഡോക്സ് പുരോഹിതനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ രക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുബന്ധമായി വിശ്വാസ സ്നാനത്തെയും ചേർത്ത് നിർത്തി ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ നാളെയും അടുത്ത ആഴ്ചയൊക്കെ ആ കാര്യങ്ങൾ ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ അധികം അതിന് സമയമെടുക്കുന്നില്ല. എങ്കിലും ഒറ്റ വാക്കങ്ങ് പറഞ്ഞേക്കാം, ഇനി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോട്ടെ. നമ്മൾ സറണ്ടർ ചെയ്തൊരു ദിവസമല്ലേ, സറണ്ടർ ചെയ്തൊരു ദിവസം നാം രക്ഷിക്കപ്പെട്ടു. നാം വിശ്വാസ സ്നാനത്തിന് തീരുമാനമെടുത്തൊരു ദിവസമുണ്ട്. തീരുമാനമെടുത്തു, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മണിക്കൂറുകൾ, ചിലപ്പോൾ രാത്രിയായിരിക്കും തീരുമാനമെടുത്തത്. രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കുഴി ചാടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരം വെളുക്കാൻ കാത്തിരുന്നു. അങ്ങനെ പ്രഭാതത്തിൽ നമ്മൾ സ്നാനത്തിനു വേണ്ടി തയ്യാറായി സ്നാനത്തിന് പോകുന്നു. ഒരു പക്ഷേ ഒരു 10-11 മണിക്കായിരിക്കും സ്നാനം നടന്നതെങ്കിൽ അതിൻ്റെ തുടക്ക സമയത്ത് ഇത്തിരി പാട്ടും പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടാവും ശുശ്രൂഷകർ.
ഞാൻ സാധാരണ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. നമുക്കൊന്ന് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞ് സന്തോഷ സൂചകമായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചില പാട്ടൊക്കെ പാടി രണ്ടുപേര് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ അങ്ങനെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. സംസാരിച്ചു പോകുന്ന സമയം അത് ആ സഹോദരനോടുള്ള ഏറ്റവും അവസാനത്തെ സന്ദേശമാണത്. സ്നാനത്തിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ സന്ദേശമാണ്. ആ സമയമാണ് അവർക്ക് പിന്മാറാനുള്ള അവസരം. നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. നമ്മളിങ്ങനെ മെസ്സേജ് പറഞ്ഞിങ്ങനെ വന്നു കഴിയുമ്പോൾ, ബ്രദർ ഇനി നിസാര സമയമേ ഉള്ളൂ, ഇനി ഇവിടുത്തെ ഒരു 4 കാൽച്ചുവട് നടന്നു കഴിഞ്ഞാൽ ദേ സ്നാനക്കുളം തൊട്ടടുത്താ, തീരുമാനിക്കാം. അയ്യോ പാസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണല്ലോ, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ബാംഗ്ലൂരിൽ നിന്ന് എവിടെ നിന്ന് വേണേലും വന്നോട്ടെ. അയ്യോ ടാങ്കിലൊക്കെ വെള്ളം നിറച്ച ബ്രദറിന് സങ്കടം, അതൊന്നും ഓർത്ത് ബ്രദർ ഇറങ്ങണ്ട. ടാങ്കിൽ വെള്ളം നിറയ്ക്കുമോ, ഇനി പുഴയിലാണെങ്കിലോ പുഴയിലെ വെള്ളം ഒഴുകിപ്പോക്കോളും, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മളവിടെ ഇറങ്ങിയില്ലെന്നോർത്ത് പമ്പയാറിനോ പെരിയാറിനോ വല്ല വിഷമം ഉണ്ടാവുമോ? നമ്മൾ കാര്യം ഗ്രഹിച്ചെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി. അതാണ് ഷണ്ണനോട് ഫിലിപ്പോസ് പറഞ്ഞത്. നീ വാസ്തവമായി ഇത് ഗ്രഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കാര്യം ഗ്രഹിച്ചു കഴിഞ്ഞാലേ ഇറക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്താ അവിടെ പറയുന്നത്? ബ്രദർ തയ്യാറായിക്കൊള്ളുക, സെയിൽ ഡീഡിൽ ഒപ്പിടുക. എന്താ പറഞ്ഞേ? സെയിൽ ഡീഡിൽ ഒപ്പിടുക. ഇങ്ങനത്തെ പദമൊന്നും ശരാശരി പെന്തിക്കോസ് ലോകത്ത് കേട്ടിട്ടുള്ള വാക്കുകളല്ല. സെയിൽ ഡീഡിൽ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാർക്ക് പലർക്കും പിടികിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിടികിട്ടും. പുറത്ത് എവിടെയെങ്കിലും ചെന്നിട്ട് ഞാൻ പറയാണ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇനി നമുക്ക് സെയിൽ ഡീഡിൽ ഒപ്പിടുന്ന സമയം. നമുക്കല്ല, ഇപ്പം ഏത് ബ്രദറോ സിസ്റ്ററോ ആരാണോ ഈ ഉദ്യമത്തിന് ചൂട് വെച്ച് മുൻപോട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തി സെയിൽ ഡീഡിൽ ഒപ്പിടാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ മലയാളം എങ്ങനെയാ? തീരാധാരത്തിൽ ഒപ്പിടുക. തീരാധാരത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ, അതായത് ഈ കയറങ്ങ് കൊടുക്കുകയാണ്. പശുവിൻ്റെ കയറേ വലിയ പശുവാ, 10 ലിറ്ററോ പശുവും പാലിൻ്റെ കണക്കും എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഒരു പശുവിനെ കറന്നാൽ എത്ര കിട്ടും, ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ എത്ര കിട്ടും, നാട്ടിലാണെങ്കിൽ നാടനാണെങ്കിൽ എത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ അങ്ങ് കൂട്ടിക്കോ. നല്ല കറവയുള്ള പശുവായിരുന്നു. സെയിൽ ഡീഡിൽ ഒപ്പിടുക എന്നുള്ളതിൻ്റെ വേറൊരു മലയാളമാണ്, പഴയ കാലത്ത് നാടൻ മലയാളമാണ്. ഈ കയറങ്ങ് കൊടുക്കുക എന്ന് പറയും. കയറങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മമ്മത് ഈ പശുവായിട്ടങ്ങ് പോകും. പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുന്ന സമയമായി, വൈകുന്നേരമായി, ഒരു 4 മണിയായി. ശരി ശോശാമ്മേ പശുവിനെ കറന്നോ, ഒരു ചായ ഇങ്ങിട്ടോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പശുവായിട്ട് ഉച്ചയ്ക്ക് മമ്മത് പോയി കഴിഞ്ഞു. കയറങ്ങ് കൊടുത്തു. ഇനി ഈ കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മമ്മത് സമ്മതിക്കുമോ? മമ്മത് പറയും വേറെ പണി നോക്ക്, കാശ് ഞാൻ എണ്ണി തന്നതാ, ഇനി ഇതിൻ്റെ മേലെ എന്ത് അവകാശം? ഒരു അവകാശവും ഇല്ല, വിട്ടു പൊക്കോളാൻ പറയും. മാന്യമായിട്ട് തന്നെ ആയിരിക്കും പറയുന്നത്. സെയിം അതുപോലെ തന്നെയല്ലേ നമ്മുടേതായിരുന്നു ഈ തോട്ടമൊക്കെ, ഈ പുഞ്ചപ്പാടം നമ്മുടേതായിരുന്നു. സെയിൽ ഡീഡിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അന്ന് വൈകിട്ടോ പിറ്റേ ദിവസമോ 2 തേങ്ങ ഇട്ടേക്കാന്ന് വെച്ചാൽ അങ്ങനെ 2, 3 ഇടാൻ പറ്റില്ല. പിന്നെ തീരാധാരത്തിലല്ലേ ഒപ്പിട്ടത്. ഈ സെയിം കാര്യമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത സമയം, അടിയറ പറഞ്ഞ സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ നാടൻ ഭാഷയാണ്. ശരിയായ ഒരു ആത്മീയ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ ആ പ്രതിഷ്ഠാനുഭവത്തിലേക്ക് വന്ന, ആ സമർപ്പണാനുഭവത്തിലേക്ക് വന്ന ആ ഒരു സമയം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കുകയായിരിക്കുക ആ സമയത്തെക്കുറിച്ച്. ഒത്തിരി കാലം മുമ്പുള്ള ആ കാര്യമൊക്കെ മറന്നുപോയി കാണും. എന്നാലും സാരമില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ആ സമർപ്പണാനുഭവത്തിലേക്ക് വന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർക്കിനി വേറെ കഥയൊന്നും പറയാനുണ്ടോ? വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മൊത്തത്തിലൊരു കെട്ടപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ ഈ രക്ഷയും സ്നാനവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ കെട്ടപ്പെട്ടവരാകുക. ഒരു കെട്ടപ്പെട്ട അവസ്ഥയാണ്. എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ ആ യോഹന്നാൻ്റെ സുവിശേഷത്തെ മുൻനിർത്തിയാണ് പറഞ്ഞേ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ സ്വാതന്ത്ര്യമാണോ ശരിക്കും? അതൊരു സ്വാതന്ത്ര്യം തന്നെയാണ്. ആത്മാവിലൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ തന്നെ നാം മനഃപൂർവ്വമായി കെട്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊന്നും നിങ്ങൾ ന്യൂജൻ പെന്തിക്കോസ്തി പോയാൽ കേൾക്കില്ല കേട്ടോ. അവിടെയാണെങ്കിൽ കുറ്റി പറിച്ച് എല്ലാം പറിച്ച് പറന്നു പോകുന്ന കാര്യങ്ങളായിരിക്കും കേൾക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചിലതൊക്കെ കാണിക്കും. യാഗപീഠം വെളിപ്പെടുത്തും, അതിൻ്റെ കൊമ്പുകൾ, അതിൻ്റെ ഹോൺസ്, അതും അതിലേക്ക് ചേർത്ത് നിർത്തി കെട്ടുന്ന കാര്യമൊക്കെ നമ്മൾ പറയും. എത്രയോ കാലമായി പറയുന്നു അല്ലേ? പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
അതൊക്കെയാണ് ഇവിടുത്തെ രീതി. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വന്ന ഒരാൾക്ക് ഉന്മാനം ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഒന്നും പെട്ടെന്ന് വേറെ ഒന്നും തോന്നില്ല, അലോസരമൊന്നും തോന്നില്ല. ആ പറഞ്ഞതിൻ്റെ പിന്നിലൊക്കെ ഗൗരവമായ ആത്മീയ അർത്ഥങ്ങളും ഗൗരവങ്ങളും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും. അപ്പോൾ ഉന്മാനം ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ സിമ്പിൾ ലൈഫ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. വെട്ടിപ്പിടിക്കാനോ വേറൊരാളെ ചവിട്ടി മെതിച്ചിട്ട് അവൻ്റെ മുതുകത്ത് കയറി നിന്നിട്ട് എനിക്കൊന്നാം സ്ഥാനത്തേക്ക് പോകണമെന്നോ, അല്ലെങ്കിൽ ഈ ഉദയജിമാരുടെയൊക്കെ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ പാനൽ മറ്റേ പാനലിനെ അടിച്ച് തകർത്ത് ഞങ്ങളുടെ പാനലിന് ജയം വേണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഏത് ആത്മാവിലാണെന്ന് തമ്പുരാന് മാത്രം അറിയാവൂ, എനിക്കൊരു പിടിയില്ല. ഞങ്ങളുടെ പാനൽ ജയിക്കണം, നിങ്ങളുടെ പാനൽ തോക്കണം എന്നൊക്കെ പറഞ്ഞ്, അതായത് ആത്മീയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയ്ക്ക് ഒരുവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവും തൻ്റെ ജനവും അവരെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അത്ര തന്നെ. ഞാനായിട്ടോ അല്ലെ എന്നെപ്പോലെയുള്ള ഉപദേശിമാരോ സ്വയമായിട്ട് കസേര ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കസേര മീൻസ് അധികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോകുന്ന കാര്യങ്ങളല്ലെന്നേ, അതൊന്നും വിലപ്പോവില്ല. ഇവിടെ എന്നെപ്പോലെ ഒരു ചെറിയ ഏറ്റവും ലീസ്റ്റായിട്ടുള്ള ഒരു ഉപദേശിയെ കൊണ്ടല്ലേ പരിശുദ്ധാത്മാവ് സംസാരിപ്പിക്കുന്നത്. എത്രയോ സീനിയറായിട്ടുള്ള, എത്രയോ പ്രഗത്ഭരായിട്ടുള്ള, ശ്രേഷ്ഠരായിട്ടുള്ള ദൈവദാസന്മാർ ഈ ഭൂമിയിലുണ്ട്. അവരൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കിളുത്ത തകര എന്ന് വേണേൽ പറയാം. സാധാരണ ഈ 11 മണി നേരം വരെയൊക്കെ വേലയ്ക്ക് ആളുകൾ വന്നു, പിന്നെ 12 മണി നേരത്ത് വന്നയാളാണ് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. നമ്മളെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയിപ്പിക്കുമ്പോൾ ഭയക്കണം അങ്ങനെയുള്ള ആളുകൾ എങ്ങാനും എവിടെയെങ്കിലും വെച്ച് കേട്ട് കഴിഞ്ഞാൽ. അല്ലേ, ഒരു പാരമ്പര്യം എനിക്ക് പറയാനില്ല, പെന്തിക്കോസിലെ ഇത്രാം തലമുറ എന്നൊന്നും പറയാനില്ല. എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ ഞാനാണ് ആദ്യം വിശ്വാസത്തിൽ വന്നത്. വേറൊരു കുഞ്ഞു പോലുമില്ല, ഒറ്റ കുഞ്ഞില്ല. പിന്നീടാണ് വളരെ പ്രായം ചെന്ന എൻ്റെ മാതാപിതാക്കൾ ഈ വിശ്വാസ വഴിയിലേക്ക് വന്നത്. അവരുടെ 70ാമത്തെ വയസ്സിൽ അവർ ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് പുകഴാനും പറയാനും ഒരു പാരമ്പര്യമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള എന്നെ കൊണ്ട് തമ്പുരാൻ ഇങ്ങനെ പറയിപ്പിക്കുകയാണെങ്കിൽ 5ാം തലമുറക്കാരനും 10ാം തലമുറക്കാരനൊക്കെ വറച്ചോണം കേട്ടിട്ട് പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഈ ട്രാക്കിലേക്ക് വരണം. ഇതാണ് ട്രാക്ക്. ഫെയ്ത്ത് മിനിസ്ട്രി അഥവാ വിശ്വാസവേല. നല്ല സഭയും സാമ്പത്തിക വരുമാനങ്ങളുള്ള, സുഖ സൗകര്യങ്ങളുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കുക. അപ്പോൾ അവിടെ ചില അനീതികളില്ലേ എന്നൊക്കെ ചിലർ ചിന്തിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടെ ഈ സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നേതൃനിരയിലിരിക്കുന്ന അവരുടെ സിൽബന്തികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വലിയ ചർച്ചുകൾ, 10, 100, 200, 500 പേരൊക്കെയുള്ള ചർച്ചുകൾ, വലിയ അമേരിക്കക്കാരും ഗൾഫുകാരും ഒക്കെയുള്ള സഭകൾ, അങ്ങനെയുള്ളതിലേക്കൊക്കെ അവരെയൊക്കെയാണല്ലോ വിടുന്നത്. അതിനെന്താ കുഴപ്പം? അവരുടെ പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാനോ നിങ്ങളോട് പറയുന്നു. ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഉപദേശിമാർക്കുള്ള പ്രതിഫലം ഈ ആയുസ്സിൽ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അതേസമയം സ്വർഗത്തിലെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? അത് ഒരു 1 മുറിയോ 2 മുറിയോ 3 മുറിയോ എന്നാ മുറിയാകട്ടെ, അങ്ങനെയുള്ളൊരു പരിസ്ഥിതിയിലേക്കാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ അയക്കുന്നതെങ്കിൽ നിശ്ചയമായും ആ സമർപ്പണത്തിൽ നിങ്ങൾ കടന്നു പോകണം. അപ്പം മറ്റൊരു പോകുന്നു, അവരെ പരിശുദ്ധാത്മാവല്ല അയക്കുന്നത്. അവരിങ്ങനെ മണിയടിച്ച് നിൽക്കുന്നവരാ. മണിയടിച്ച് നിൽക്കുന്ന അവരുടെ രാജാക്കന്മാർ അവരെ പറഞ്ഞയക്കുന്നു. കാരണം എന്നാ, ഈ രാജാവ് അവിടെ ചെല്ലുമ്പോൾ വെഞ്ചാമരം വീശാൻ ആൾ വേണം, അവിടെ നല്ല സൗകര്യങ്ങൾ ഈ രാജാവിന് വേണ്ടി ഒരുക്കി കൊടുക്കണം. അതിനുവേണ്ടി അവർ ചിലരെ അയക്കുന്നു. അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ എന്തിനാ വെള്ളം ഇറക്കുന്നത്? പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റുപറ്റില്ല. നമ്മെ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്യണം. ഈ ഉപദേശിമാരുടെ കാര്യം വായിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് കടക്കുന്നില്ല, അതല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഉപദേശിമാർക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടാനായിരിക്കും. ഞാനത് ബ്ലോക്ക് ചെയ്യുന്നില്ല, ഞാനങ്ങനെ പറയുകയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം എപ്പോഴും ഇങ്ങനെ വരില്ലല്ലോ. അത് വരുന്ന സമയത്ത് അതിനകത്ത് എന്തോ നടത്തിപ്പുണ്ട്. നടത്തിപ്പിന് നമ്മളങ്ങ് വിധേയമാകുക. അപ്പോൾ നോക്കണം, ഏറ്റവും പരിമിതമായ പരിതസ്ഥിതിയിലേക്ക് പരിശുദ്ധാത്മാവ് ഒരുവനെ അയക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റുന്നില്ലല്ലോ. വേലയ്ക്ക് വിളിച്ചത് തെറ്റുപറ്റിപ്പോയതാണോ? ഒരിക്കലും അല്ലല്ലോ. വേലയ്ക്ക് വിളിച്ചതൊരു മഹനീയമായൊരവസ്ഥയല്ലേ? ഏറ്റവും മഹത്തരമായൊരവസ്ഥയാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്ഥാനപതി എന്ന നിലയിൽ ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയുന്നത്, അവൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ നിൽക്കാൻ കഴിയുന്നത്. അതൊരു ഭാഗ്യ പദവിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പദവിയിലേക്ക് വിളിച്ചിരിക്കുമ്പോൾ അതിലൊരു തലയെടുപ്പ് വേണം. 2, ആ വിളിച്ച പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ ഏറ്റവും ചെറിയ പരിമിതമായൊരു സാഹചര്യത്തിലേക്ക് അയക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ കടന്നു പോകണം. എഫേസോസിലേക്ക് പൗലോസിനെ പറഞ്ഞു വിടുമ്പോൾ
അർത്തമീസിൻ്റെ കോട്ടക്കൊത്തളത്തിലേക്കല്ലേ പറഞ്ഞു വിട്ടത്. ആ കോട്ടക്കൊത്തളത്തിൽ പൗലോസിന് അവിടെ ആരാ പൗലോസിന് വെഞ്ചാമരം വീശാനുണ്ടായിരുന്നത്? സൗരങ്ങളിൽ ഒരു സപ്പോർട്ടോ ഒരു പിന്തുണയോ ഒന്നും എഫെസോസിൽ ഒരു സ്ഥലത്തും തനിക്ക് കിട്ടിയില്ല. അവിടെയുള്ള യഹൂദന്മാരല്ലേ പിന്നെയുള്ളത്. സ്വജനം എന്നൊക്കെ പറയാൻ പാകത്തിന് ഈ വംശ പാരമ്പര്യം വെച്ച് പറഞ്ഞാൽ യഹൂദന്മാരുണ്ട്. അവർ പൗലോസിനെ കണ്ടാൽ കൈകാര്യം ചെയ്യും. പിന്നെ അവരിൽ നിന്ന് വല്ല സപ്പോർട്ടും കിട്ടും. ജാതികളിൽ നിന്നാൽ പിന്നെ ഒരു കട്ടൻ ചായയെങ്കിലും കിട്ടുള്ളൂ. യഹൂദന്മാരിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിക്കണ്ട. പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ കയറി വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ചില ശുശ്രൂഷകർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കയ്യിൽ വരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ആവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ അവരിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്, ഇങ്ങനെ ഈ കൂടെ ഇത് പറയുന്നുണ്ടല്ലോ, അത് എൻ്റെ കാര്യമാണ്, കൂടെ ഞാനിങ്ങനെ പറയുന്നുണ്ടല്ലോ, വിശ്വാസത്തിൻ്റെ വേലയാണ്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കാമെന്നൊക്കെ. ഒരു വിശ്വാസി പോലും ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് വിശ്വാസവേല ചെയ്യുന്നതെന്ന് അയ്യോ, ആ കാര്യം ഞാൻ കേട്ടപ്പോൾ 1-2 മിനിറ്റ് നേരത്തേക്ക് ഞാനങ്ങ് സ്തബ്ധനായിപ്പോയി. പിന്നെ ശ്വാസം എടുത്തു കേട്ടോ. 1-2 മിനിറ്റ് നേരത്തേക്ക് ഒരു സ്തംഭനാവസ്ഥയുണ്ടായി. ഒരു ഉപദേശി പറയുകയാണ്, കൊല്ലം ജില്ല ആ സ്ഥലം, ഉപദേശി പറയുകയാണ്, എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വിശ്വാസി പോലും ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് വിശ്വാസവേല ചെയ്യുന്നതെന്ന്. എന്താ ഉപദേശി പറഞ്ഞത്? ഒരു വിശ്വാസി പോലും ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ വിശ്വാസവേല ചെയ്യുമെന്ന്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരൊക്കെ പോയ സ്ഥലത്തെല്ലാം അവിടെ 100 കണക്കിന് വിശ്വാസികളുള്ള സ്ഥലത്തേക്കാണോ തുടക്കകാലത്ത് അവർ കടന്നുപോയത്? ഇവിടെ ആളുകളുടെ എല്ലാം തലയിൽ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ പാസ്റ്ററൽ മിനിസ്ട്രി മാത്രമാണ് എല്ലാവരുടെയും തലയിൽ. ഒരു BTH എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും, ഒരു കറുത്ത തൊപ്പി തലയിലും അതിൻ്റെ ഒരു തുമ്പ് ഇങ്ങനെ തൂങ്ങിയും കിടക്കും, ഒരു കടവാവലിൻ്റെ പോലത്തെ ഒരു കോട്ടും ഇട്ട്, പിന്നെ ഒരു കുംഭം പോലെ ഒരു സാധനം ഇങ്ങനെ മേടിക്കും അവരുടെ രജിസ്ട്രാറിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇവരങ്ങ് BTH പാസ്റ്ററായി കഴിഞ്ഞിരിക്കുന്നു. പാസ്റ്റർ അന്നേരം മുതൽ ഇവരിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, ഇനി എവിടെയാണ് വലിയ ചർച്ചിലേക്ക്, വളഞ്ഞമ്പലം YPCയിലേക്ക് കയറണോ, അത് നോർത്ത് ഏജിയിലേക്ക് കയറണോ, അത് വൈറ്റില ഷാരോനിലേക്ക് കയറണോ, അത് മാമംഗലം ചർച്ച് ഓഫ് ഗോഡിലേക്ക് കയറണോ, എവിടെയാണ് കാലുറപ്പിക്കാൻ പറ്റുന്നത്? ഇതെല്ലാം ഞങ്ങളുടെ കൊച്ചി ഭാഗത്തെ കാര്യമാണ് പറഞ്ഞത്. തിരുവനന്തപുരത്തേക്ക് പോയാലും ഉണ്ട് കേട്ടോ, പ്ലാമൂഡ് ഏജി കയറണോ, അതെയോ താബോറി കയറണോ, ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇങ്ങനെയൊക്കെ മനുഷ്യർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ പലതരം ചിന്തകളിലാണ് ഈ ശുശ്രൂഷയ്ക്ക് പലരും ഇറങ്ങി വരുന്നത്. ഇതൊന്നുമല്ല യഥാർത്ഥ വേല. യഥാർത്ഥ വേലയ്ക്ക് ഇറങ്ങി വരുന്നവനെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവാണ് മുൻപോട്ട് നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്താ, അവർക്ക് വിശ്വാസ വേല എന്നൊക്കെ കേട്ടാൽ അലോസരമൊന്നും ഉണ്ടാകില്ല. അല്ല, ദേഷ്യമൊക്കെ വരേണ്ട കാര്യം എന്താ? ദേഷ്യപ്പെടാവുന്ന കാര്യങ്ങളാണോ നമ്മൾ പറഞ്ഞത്? അങ്ങനെയൊന്നും ആരും അലോസരം പറയണ്ട. വേദപുസ്തക സത്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ 1 തെസ്സലോനിക്ക ലേഖനം തുറന്നു നോക്കിക്കോ. 1 തെസ്സലോനിക്ക ലേഖനം 2 പേജിങ് മറിച്ചാൽ മതി. 1 തെസ്സലോനിക്ക ലേഖനം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യാൻ പല കാരണങ്ങളുണ്ട് അല്ലേ? ഒരു പരസ്യമില്ലേ, പ്രാർത്ഥിക്കാൻ പല കാരണങ്ങളെന്നൊക്കെ. ഇവിടെ അങ്ങനത്തെ കാര്യമല്ല. ഇവിടെ സ്തോത്രം ചെയ്യാൻ പല കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊരു ഗംഭീര കാര്യം എഴുതിയിരിക്കുന്നത്. എന്താ അത്? തെസ്സലോനിക്കരോടുള്ള ബന്ധത്തിൽ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും. അവർ വിശ്വാസവേലയാണ് ചെയ്യുന്നത്. അവർ വിളിച്ചവനോടുള്ള വിശ്വസ്തതയിൽ അവർ മുൻപോട്ട് പോകുന്നു. അല്ലാതെ ഗൾഫുകാരൻ്റെ സപ്പോർട്ടും അമേരിക്കക്കാരൻ്റെ സപ്പോർട്ടും ഉഗാണ്ടക്കാരൻ്റെ സപ്പോർട്ടൊക്കെ നോക്കിയിരിക്കുകയല്ല. വിശ്വാസത്താലാണ് പത്രോസ് ആ കടലിലേക്ക് കാലെടുത്ത് വെച്ചത്. ലോകത്ത് ഏതെങ്കിലും മനുഷ്യൻ ചെയ്യേണ്ട പണിയാണോ? തൻ്റെ അരുമനാഥനാ കടലിൽ നിൽക്കുന്നത്. വേറെ അപ്പോസ്തലന്മാരൊന്നും ചാടി ഇറങ്ങിയില്ലോ. അതാണ് പത്രോസ്. അതുകൊണ്ടാണ് താക്കോല് കൈ കിട്ടിയത്. ബാക്കി ആ സേഫ് സോണിൽ ഇരുന്നവരുണ്ടല്ലോ, ബാക്കി 11 പേര് സേഫ് സോണിലല്ലേ ഇരുന്നത് ആ പടകിൽ. അവർ സേഫ് സോണിലിരിക്കുക. ഒരു സാഹസമൊന്നും വേണ്ട, സാഹസം വേണ്ട. അങ്ങനെ ചിന്തിക്കുന്നവരെ ബഹുഭൂരിപക്ഷം പേരും അവരങ്ങനെ തന്നെ അവിടെ ഇരിക്കും. അതേസമയം പത്രോസ് കടലിലേക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചു. കർത്താവ് നടന്നതുപോലെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, നോക്കണം. ആ മനുഷ്യൻ എടുത്തിയാട്ടക്കാരനാണെന്നാണ് പലരും പറയുന്നത്. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. അതാണ് കത്തുന്ന ഒരു സ്നേഹം അല്ലേ, ഒരു ഫെർവന്റ് ലവ് എന്ന് പറയും. അത് കത്ത് പിടിച്ചിരിക്കുക.
പത്രോസിൻ്റെ ഉള്ളിൽ ആ ഒരു കത്തലാണ്. ആ കത്തൽ നിമിത്തമാണ് താൻ എടുത്തിയാടുന്നത്. ആ സ്നേഹത്തിൻ്റെ ആധിക്യം. ഒടുക്കം താൻ എന്താ പറഞ്ഞത്? എന്നെ തലകീഴായി ക്രൂശിക്കാനാണ് പറഞ്ഞത്. അതൊരു കത്തലിൽ നിന്നല്ലേ പറയുന്നത്. തൻ്റെ കൂടാരം പൊളിയാൻ സമയമായിന്ന് തിരിച്ചറിയുന്ന സമയത്ത് ചരിത്രത്തിൽ നിന്ന് നമ്മളെങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്? പത്രോസ് പറയാണ്, എന്നെ തലകീഴായി തൂക്കിയാൽ മതിയെന്ന്. അങ്ങനെ തൂക്കുമ്പോൾ എൻ്റെ തല എൻ്റെ അരുമനാഥൻ്റെ പാദത്തിങ്കൽ എത്തുമെന്ന്. അതാണ് പത്രോസിൻ്റെ ഹൃദയത്തിലെ ആ ഒരു താല്പര്യം. കംഫർട്ട് സോണാണ് ഇപ്പോൾ വെളിപ്പെട്ട് വന്നത്. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് കേട്ടോ വെളിപ്പെട്ട് വന്നത്. ബാക്കി 11 പേരും പടകിലിരുന്നപ്പോൾ പത്രോസ് ഇറങ്ങി തിരിച്ചു. അങ്ങനെ ക്രിസ്തു നിമിത്തം ഇറങ്ങി തിരിക്കുന്നവരെയാണ് കർത്താവിന് വേണ്ടത്. സാഹസികതയല്ലെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ ജീവിതം ഒരു സാഹസികതയാ. ക്രിസ്തീയ ജീവിതം ഒരു സാഹസികതയല്ലേ? ഒരു സാഹസ ജീവിതം തന്നെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പണ്ടൊരു ചിന്തകൻ പറഞ്ഞൊരു കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ പറയാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ആടുന്ന കൊമ്പത്ത് പാടുന്ന കിളിക്ക് തുല്യമെന്നാണ്. ക്രിസ്തീയ ജീവിതം ഒരു സാഹസം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താ? നിങ്ങൾ ഭാവനയിൽ ഒരു വലിയ മരം, ഒരു മരത്തെ നിങ്ങൾ ഭാവനയിൽ ഒരു വലിയ മരത്തെ ഒന്ന് ചിന്തിച്ചേ. വലിയൊരു മരം. ആ മരത്തിന് അനേക ശിഖരങ്ങളുണ്ട്. അതിൻ്റെ ഉയരത്തിൽ അതിൻ്റെ ഉയരത്തിലുള്ളൊരു ശിഖരത്തിൽ, ആ ശിഖരത്തിൻ്റെ ഏറ്റവും എൻഡിലേക്ക് വരുന്നൊരു ഭാഗത്ത് ഒരു കിളി തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടൊരു കിളിക്കൂട് അവിടെ വെച്ചിരിക്കുക. വലിയ മഴ, വലിയ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ മഴയും വലിയ കാറ്റും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കിളിയും കുഞ്ഞുങ്ങളും പാട്ട് പാടുക. അയ്യോ, ഇത് കേട്ടിട്ട് വേണോട്ടോ എല്ലാവരും പോകാൻ. ആരെങ്കിലും ഇപ്പോൾ സവോള എറിയുന്നവരുണ്ടെങ്കിൽ ദയവായി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മടങ്ങി വരിക. എന്തെങ്കിലും ഇടപാടിൽ തല വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു വരിക. ഞാൻ ഈ പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോ. ഇത്രയേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആടുന്ന കൊമ്പത്തിരിക്കുന്ന പാടുന്ന കിളിക്ക് തുല്യമാണ്. വേണമെങ്കിൽ കുറിച്ച് വെച്ചോ. കുറിച്ച് വയ്ക്കുന്നതിനൊന്നും ടാക്സ് ഒന്നുമില്ല. നിങ്ങൾ കുറിച്ച് വെച്ചോ. ആടുന്ന കൊമ്പത്തിരുന്ന് പാടുന്ന കിളിക്ക് തുല്യം. നടപടിയുള്ള കാര്യമാണോ? നടപടിയുണ്ടോ സഹോദരങ്ങളെ? ഒട്ടും എളുപ്പമല്ല. അതാ പറഞ്ഞു, ഇതൊക്കെ ഒരു സാഹസമാണ്. ഇതാണ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ത്രില്ല് അനുഭവിക്കുന്നവരുടെ കാര്യം. ഈ ത്രില്ലൊന്നും എല്ലാവരും അനുഭവിക്കുന്നില്ല. എന്തോരം ആൾക്കാരെ ഇങ്ങനെ ഊർന്നിറങ്ങി വരുന്നത് ഓർത്തഡോക്സിൽ നിന്നും കത്തോലിക്കിൽ നിന്നും മർത്തോമയെന്നൊക്കെ. ഇങ്ങനെ ഈ ഒരു ചെരിവുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഊർന്നും ഇറങ്ങി വരുന്ന വഴിക്ക് ഉപദേശിമാർ ഇവരെല്ലാം പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളും. എല്ലാത്തിനെയും തള്ളും. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് പോലും കൊടുക്കില്ല. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം. പറഞ്ഞിട്ടുള്ളതാ, എങ്കിലും പറയാം. ഇനിയും പറയണം. ഇനിയും പറയാതെ ഒക്കില്ല. ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഊർന്നിറങ്ങി വന്ന ഒരാളുടെ ഒരു സ്നാനം വിലക്കിയിട്ട് വന്നിരിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ പോയല്ലോ. എൻ്റെ കർത്താവേ, ഒരു സ്നാനം ഞാൻ വിലക്കിയിട്ട് വന്നു. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഉദ്ദേശിമാരെല്ലാവരും സ്നാനപ്പെടുത്താൻ നടക്കുക, അന്നേരം ഇങ്ങനെ വിലക്കാൻ നടക്കുകയാണോ എന്ന്. ഞാൻ ഇതിനു മുമ്പ് 2 സ്നാനങ്ങൾ വിലക്കിയതായിട്ട്, 2 അല്ല 2 കൂടുതലുണ്ട്. കൊട്ടാരക്കരയുള്ളൊരു ആൻറ്റി, അയ്യോ മർത്തോമക്കാരിയാണ്, ഒന്നാന്തരം മർത്തോമക്കാരിയാണ്, ശാന്ത സ്വഭാവക്കാരിയാണ്. മക്കളെല്ലാം ഇങ്ങനെ പെന്തിക്കോസിൽ പോയി. അപ്പോൾ വിദേശത്ത് മക്കളുടെ അടുക്ക ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ തന്നെ എന്തിനാ ഇനി മർത്തോമയിലിരിക്കണം, ഞാനും കൂടെ കൂടിയേക്കാന്ന്. അയ്യോ, അങ്ങനെ പറഞ്ഞു നോക്കുമോ? അതായത് മക്കളൊക്കെ പെന്തിക്കോസുകാരുടെ കൂട്ടത്തിൽ പോയല്ലോ, ഞാനൊരാൾ തന്നെ ഇനി മർത്തോം പള്ളിയിൽ പോകുന്നതിൽ എന്നാ അർത്ഥമുള്ളത്? ഞാനും കൂടെ ഈ കൂടെ വന്നേക്കാന്ന്. അങ്ങനെ വരേണ്ട സ്ഥലമാണോ ഇത്? മക്കളിങ്ങനെ പോയി, ഞാനും കൂടെ വന്നേക്കാന്ന്. അങ്ങനെ പോകുന്ന എങ്ങോട്ടാ? പെന്തിക്കോസുകാരുടെ സഭാകോളിൽ പോയി പാട്ട് പാടുന്ന കൂട്ടത്തിൽ കേട്ടിരിക്കുക. അവിടെ പോയി ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? എൻ്റെ പൊന്നമ്മാമേ, മാനസാന്തരപ്പെടണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോൾ ഞാൻ ആ സഹോദരനെ വിളിച്ചു പറഞ്ഞു, ഗൾഫിലുള്ള സഹോദരനോടാ, ഇമ്മീഡിയറ്റ്, നിൻ്റെ കെട്ടിയോളുടെ അമ്മയല്ലേ, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ പറഞ്ഞു. താമസിക്കരുത്. ഏതെങ്കിലും വിധത്തിൽ താമസിച്ചാൽ അതിനെ പിടിച്ച് അവർ വെള്ളത്തിലിടും. അത് ദുരന്തമായി തീരും. അവരുടെ ആയുസ്സിൽ അവർ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കില്ല. പിച്ചും പേയും പറഞ്ഞ്, പരാതിയും പഞ്ഞക്കെട്ടും പറഞ്ഞ്, ഈ പെന്തിക്കോസ് അങ്ങനെയാ, ആ പെന്തിക്കോസ് ഇങ്ങനെയാ, ആ പാസ്റ്റർ ഇങ്ങനെയാ, ചിരിച്ചില്ല, മറ്റേ പാസ്റ്റർ കരഞ്ഞില്ല, ആ പാസ്റ്റർ കൈ തന്നപ്പോൾ കൈയുടെ എവിടെയോ ടച്ച് ചെയ്തില്ല, എന്തെല്ലാം പരാതി ആൾക്കാർ പറയും. അപ്പോൾ ഇതൊക്കെ പറയാൻ ഇട വരും. അതിനൊന്നും ഇട കൊടുക്കരുത്, ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അയ്യോ, അവൻ കട്ടപ്പെട്ട് ബ്ലോക്ക് ചെയ്തു ഒരു പ്രകാരത്തിൽ. അപ്പോൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ബ്ലോക്ക് ആവുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ശരിക്കും രക്ഷിക്കപ്പെട്ടതാണെങ്കിലും മരുമോനെയും മോളെ അടിച്ച് പുറത്ത് മാറടാന്ന് പറയില്ലേ? എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനോട് ഞാൻ ചേരും, നീ ആരടാന്ന് ചോദിക്കും. ഓടാ പുറത്തെന്ന് പറയും. അതൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ ആട്ടെ എന്ന് പറഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ
അടുത്ത തവണയാകട്ടെ എന്നൊക്കെ പറയും. എന്നാൽ പിന്നെ അടുത്ത തവണ, അങ്ങനെ അടുത്ത തവണയാകട്ടെ, പിന്നെ ആകട്ടെ എന്നൊക്കെ പറയുന്ന കാര്യമാണോ ഇത്? ഇതെല്ലാം നാടൻ ഭാഷയാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലാകാൻ പറ്റാത്ത ഒരു മധ്യ കേരളത്തിൻ്റെ മലയാളമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തെയും കുറേശ്ശെയൊക്കെ ഇങ്ങനെ കടം മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകണമല്ലോ. അത്യാവശ്യമൊക്കെ മനസ്സിലാവും. ശബ്ദമൊക്കെ ക്ലിയർ അല്ലേ? കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ആ ആളെ ഇനി എന്തിന് താമസിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. 4 ആഴ്ചയായാലും അദ്ദേഹം വരുന്നത് ആരാധനയ്ക്ക്. 4 ആഴ്ച ഹൈന്ദവ മാർഗത്തിലുള്ള സഹോദരൻ 4 ആഴ്ച വന്നെന്ന്. അതുകൊണ്ട് നമുക്കിനി എന്ത് ചെയ്യാം? 40 ആഴ്ച വന്നാലും സ്നാനപ്പെടുത്താൻ പറ്റുമോ? 400 ആഴ്ച വന്നാൽ സ്നാനപ്പെടുത്താൻ പറ്റുമോ? ഈ വന്ന വ്യക്തി 4 മണിക്കൂർ നമ്മുടെ കൂടെ ഇരുന്നാൽ മതി സ്നാനപ്പെടുത്താൻ. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം അദ്ദേഹത്തിൽ ഉണ്ടാകണം. ദൈവാത്മാവ് അദ്ദേഹത്തെ സ്പർശിക്കണം. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു അനുതാപം വരണം. ആ ഹൃദയം ഒന്ന് കീറി മുറിക്കപ്പെടണം. ഒരു ഹൃദയത്തകർച്ച ഉണ്ടാകണം. നിശ്ചയമായും നമ്മൾ രാത്രി 12 മണിയാണെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചാൽ നമ്മൾ മീനിച്ചാറ്റിൽ ഇറക്കിയിരിക്കും അല്ലേ? കടവൊക്കെ അറിയാവുന്ന ആരെങ്കിലും കാണില്ലേ? ഒരാളങ്ങ് ഇറങ്ങി നിന്നാൽ പോരെ? അങ്ങനെ നമ്മൾ ഇറക്കും. പക്ഷെ ഇതങ്ങനെയല്ല സഹോദരങ്ങളെ. ആ സഹോദരനെ ഞാൻ ദുരന്ത മുഖത്ത് നിന്ന് രക്ഷിച്ചു. നമ്മുടെ ഒരു സഹോദരൻ ഇപ്പോൾ അങ്ങ് അങ്കോളയ്ക്കടുത്ത് മണ്ണിനടിയിൽ വെള്ളത്തിൽ കിടപ്പുണ്ടല്ലോ. ഇന്ത്യ ഗവൺമെൻറ് ലെവൽ ബെസ്റ്റ് ഉത്സാഹിച്ചിട്ടും അത് പൊക്കിയെടുക്കാൻ പറ്റിയില്ല. ഈ സഹോദരൻ അങ്ങനെ മണ്ണിൽ പുതഞ്ഞു പോകാൻ അവസരം വന്നേനെ, വന്നേനെ. അത് ഞാൻ അവസരം കൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെയുള്ള പ്രിയപ്പെട്ടവരോട് പറഞ്ഞേ, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് സുവിശേഷം പറയാൻ പറഞ്ഞു. നിങ്ങളിങ്ങനെ ഈ ചെലവില്ലാത്ത യാഗം നടത്താനിരിക്കുക. അങ്ങനത്തെ സ്നാനമൊന്നും വേണ്ട. അങ്ങനത്തെ സ്നാനം എന്തിനാ? നിങ്ങൾ കഷ്ടപ്പെടണം. നിങ്ങൾ പ്രസവവേദനപ്പെടണം. നിങ്ങൾ അവരെ ജനിപ്പിക്കണം. സുവിശേഷത്തിൽ അവരെ വീണ്ടും ജനിപ്പിക്കണം. വീണ്ടും ജനിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കൊച്ചിനെ കുളിപ്പിക്കേ അല്ലേ? ജനിക്കാത്ത കൊച്ചിനെ കുളിപ്പിക്കാൻ പറ്റുമോ? എൻ്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. ഈ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുളിപ്പിക്കാം. അല്ലെ പിന്നെ ഭാവനയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കളിക്കാമെന്ന് മാത്രം. കൊച്ചുണ്ടായി കഴിഞ്ഞാൽ കുളിപ്പിക്കാം. ഇവിടെ അത് തന്നെയാണ്. ഈ മനുഷ്യൻ വീണ്ടും ജനിക്കട്ടെ. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കുളിപ്പിക്കുമല്ലോ, അദ്ദേഹത്തെ സ്നാനപ്പെടുത്താം. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താ? നമ്മൾ പ്രൊസീജിയറുകളെല്ലാം മാറ്റുകയാണ്, മറിക്കുകയാണ്. ദൈവം വെച്ച വ്യവസ്ഥകൾ മാറ്റുകയാണ്. അപ്പോസ്തലന്മാർ നമുക്ക് മുമ്പിൽ വെച്ച പാറ്റേൺ ഉണ്ട്, അതെല്ലാം മാറ്റി മറിച്ചിട്ട് നമ്മൾ തോന്നിയതുപോലെ വർത്തമാനം പറയുക. ഇവിടെ തെസ്സലോനിക്കരോടുള്ള ബന്ധത്തിൽ എന്താ വായിച്ചത്? വിശ്വാസവേല എന്നാണ് വായിച്ചത്. ഇപ്പം ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വന്ന വാക്കുകളൊന്നും അല്ല ഇത്. ഇതെന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ആധികാരികമായി പറയുന്നതിൻ്റെ കാരണം എന്താ? ദൈവസഭ മടങ്ങി വരണം. ശുശ്രൂഷകര് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ആടുന്ന കൊമ്പത്ത് പാടുന്ന കിളി എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ ഒരു സാഹചര്യത്തിലേക്ക് ആദ്യം ശുശ്രൂഷകൻ വരണ്ടേ അല്ലേ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ സ്വരം അകത്ത് കിടന്ന് മുഴങ്ങണം. അത് പത്രോസിനോട് പറഞ്ഞതാണ്. ഏത് പത്രോസ്? ലോകാവസാനത്തോളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് ലോകാവസാനത്തോളം വരെ ഉണ്ടോ? പത്രോസ് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. ആ വാക്ക് മുഴങ്ങുകയാണ് ചരിത്രത്തിൽ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും അനന്യനാണ്. ഞാൻ അനന്യനാണെന്നുള്ളതാണ്. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ അനന്യനാണ്. എനിക്ക് മാറ്റമില്ല. എൻ്റെ വാക്കുകൾ ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നാണ്. പത്രോസിനോട് കൂടെ ഇരുന്നെങ്കിൽ, പൗലോസിനോട് കൂടെ ഇരുന്നെങ്കിൽ, യോഹന്നാനോട് കൂടെ ഇരുന്നെങ്കിൽ നിന്നോട് കൂടെ ഇരിക്കും അല്ലേ? അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നോട് കൂടെ ഇരിക്കുമെന്ന്, നമ്മോട് കൂടെ ഇരിക്കും. ആ ധൈര്യത്തിൽ നമുക്ക് വിശ്വാസവേല ചെയ്യാൻ മേലേ. ഇപ്പോൾ ഉപദേശിമാരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലരും. കൊള്ളാം, തിരക്കേടില്ല, കുറച്ചുകൂടെ പറഞ്ഞോളാനാണ് ചിലർ ചിന്തിക്കുന്നത്. എല്ലാവരോടുമുള്ള ബന്ധത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ നീതീകരിച്ച എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണമെന്നല്ലേ? വിശ്വാസത്താൽ ജീവിക്കണം. നാം എല്ലാം വിശ്വാസത്താൽ ജീവിക്കണം. നമ്മുടെ ജീവിതം വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. നീതീകരിക്കപ്പെട്ട നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. നമ്മുടെ ആശ്രയം, വിശ്വാസം എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്ത് ഇങ്ങനെ പറയാം, ആശ്രയം എന്ന് പറയാം അല്ലേ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഒരു ആശ്രയമല്ലേ? നമ്മുടെ ആശ്രയം ആരാ? നമ്മുടെ ഉപനിധി ആരാ? നമ്മുടെ ഓഹരിയും നമ്മുടെ എല്ലാം ആരാ? അപ്പം നമ്മൾ ആ മാറിൽ ചാരുക. ആദ്യം വരെ അവൻ പോറ്റി പുലർത്തുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് വിശ്വസിക്കാൻ ഇച്ചിരി പാടാ. മറ്റേ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ചില ചിന്തകൾ തരും. നിൻ്റെ കാര്യം നീ നോക്കണ്ടേ? പിന്നെ അത് എന്നാ അങ്ങനെ എപ്പോഴും ആത്മീയം എന്ന് പറഞ്ഞിരുന്നാൽ കൊള്ളാവോ? ഇങ്ങനെ പല ചിന്തകളായിരിക്കും ഇട്ട് തരുന്നത്. നമ്മളൊന്ന് പതറിപ്പോവും.
ആ പതറിച്ച അവൻ മുതലെടുക്കും. അതിനൊന്നും അവസരം കൊടുക്കരുതെന്നേ, അതിനൊന്നും അവസരം കൊടുക്കരുത്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നാണ്, അതിനൊന്നും തർക്കമില്ല, യാതൊരു തർക്കത്തിൻ്റെ വിഷയം ഉദിക്കുന്നില്ല. അപ്പോൾ ആ ഉപദേശിയുടെ ആശയത്തെ നമ്മളിവിടെ റദ്ദ് ചെയ്യുന്നു. മരമണ്ടത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വിശ്വാസി പോലും ഇല്ലാത്ത സ്ഥലത്തും വിശുദ്ധന്മാർ വേല ചെയ്തിട്ടുണ്ട്, ഇല്ലേ? എത്രയോ മിഷണറി വീരന്മാരുടെ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആഫ്രിക്കയിലേക്കും ചൈനയിലേക്കും ചൈനയുടെ ഉൾനാടുകളിലേക്കും ഒക്കെ കടന്നുപോയ അനേക മിഷണറിമാരെ കുറിച്ച് നമുക്കറിയാം. അവിടെയൊന്നും ആരും അവരെ എതിരേക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ആ കഴിഞ്ഞ കാലങ്ങളിൽ, ആ ഇരുണ്ട കാലങ്ങളിൽ അവർ കടന്നു ചെന്ന് അവിടെ കൈത്തിരി തെളിച്ചു, സുവിശേഷത്തിൻ്റെ വിത്ത് വിതച്ചു. അങ്ങനെയാണ് പല സ്ഥലത്തും സഭകൾ സ്ഥാപിതമായത്. അല്ലാതെ 1000 പേരുമായിട്ട് പോയി അല്ല ഇതൊക്കെ ചെയ്തത്. ഈ കാലഘട്ടത്തിലെ പല സൗകര്യങ്ങളും പണ്ടുണ്ടായിരുന്നില്ല. ആ അസൗകര്യങ്ങളുടെ നടുവിൽ അവർ സുവിശേഷം അറിയിച്ചു. പരാതികൾ പറഞ്ഞില്ല. ഇപ്പം എൻ്റെ വിഷമം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ജനത്തെ നടത്തിക്കഴിഞ്ഞാൽ ആ ജനം എവിടെ എത്തുമെന്നുള്ളതാണ്. ഇത്രയും നീട്ടിപ്പരത്തി പറഞ്ഞതിൻ്റെ കാരണം എന്നാ? ശുശ്രൂഷകളുടെ തലയിലിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെ ജനം മുൻപോട്ട് പോകുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവരിൽ നിന്ന് എന്തായിരിക്കും ജനം പഠിക്കുന്നത്? ഇവരെന്തായിരിക്കും പകർന്നു കൊടുക്കുന്നത്? ഇവരുടെ ഉള്ളിൽ ആ ഒരു കത്തലില്ല, ഇവരുടെ ഉള്ളിൽ ആ ഒരു ധൈര്യമില്ല, ഇവരുടെ ഉള്ളിൽ ആ ഒരു വെളിപ്പാടില്ല. അപ്പോൾ ഇതൊരു ചടങ്ങായിട്ട് കൊണ്ടുപോകുന്നു, ചടങ്ങുകളായിട്ട്. 2 or 3 പാട്ട് പാടുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ പാട്ട് പാടി പിന്നെ 2 പേര് പ്രാർത്ഥിക്കാൻ പറയും, അതൊന്ന് ഇടത്തും ഒന്ന് വലത്തും അങ്ങനെയൊക്കെ പറയണതിന് പ്രത്യേകിച്ച് വെളിപ്പാടൊന്നും ആവശ്യമില്ല. അങ്ങനെ ഇത് 1 മണിയായിട്ട് ഇങ്ങനെ എത്തിക്കും, അങ്ങനെ എല്ലാവരും വീട്ടിൽ പോകുന്നു. അല്ലാതെ ഇതിനകത്ത് വെളിപ്പാടുകളോ ആഴങ്ങളോ അതിൻ്റെ മഹിമകളോ ഒന്നും വെളിപ്പെട്ടു വരുന്നില്ല. അപ്പോൾ ആ ഭാഗം ഞാൻ വിടുകയാണ്. അടുത്തൊരു കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കിലേക്ക് കയറി. അങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളിൽ പലർക്കും അറിയാം, നമ്മൾ ക്രൂശ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ അല്ലാതെ രക്ഷയില്ലെന്ന് സ്ഥാപിക്കുകയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിലായിരുന്നു നമ്മൾ ഉത്സാഹിച്ചുകൊണ്ടിരുന്നത്. ഈ രക്ഷയും സ്നാനവും ചേർത്ത് നിർത്തി നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തവരാണ്. ഇന്നിപ്പോൾ പറഞ്ഞതിനകത്ത് ആ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഊർന്നിറങ്ങി വന്ന കാര്യമൊക്കെ പറഞ്ഞത് അതൊരു നാടൻ ഭാഷയാണ് പറഞ്ഞതെങ്കിലും പ്രലോഭനങ്ങളിലൂടെയോ എന്തെങ്കിലും പ്രതിഫലേച്ഛയിലൂടെയോ ഒക്കെ ആളുകളെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തേണ്ട രീതിയല്ല പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ. അങ്ങനെയല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെയല്ല, തെറ്റായ സിഗ്നലുകളാണ് പലയിടത്തും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില സീനിയർ പാസ്റ്റർമാരിൽ നിന്ന് തന്നെ തെറ്റായ പദപ്രയോഗങ്ങൾ വരുന്നത് കണ്ടപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവർ കർത്താവിൻ്റെ ദാസന്മാരാണ്, നമുക്ക് പരിമിതികളുണ്ട്. എങ്കിലും എങ്ങും തൊടാതെ അവരുടെ ആ ആശയങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുകയായിരുന്നു. തെറ്റായി ശുശ്രൂഷിക്കുന്നവർ, ക്രൂശിൻ്റെ ശത്രുക്കളായവർ, മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ, അവരും ദൈവത്തിൻ്റെ ദാസന്മാരല്ലേ, അവർ യേശു ക്രിസ്തുവിനെ അല്ലേ പ്രസംഗിക്കുന്നതെന്ന ഫിലിപ്പി ലേഖനത്തിലെ വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ മഹാകൃപയാൽ നമുക്ക് ഫിലിപ്പി ലേഖനത്തിൻ്റെ 1, 3 അധ്യായങ്ങൾ തെളിയിക്കാനായിട്ട്, വിശദമാക്കാനായിട്ട് ഒരു കൃപ ലഭിച്ചത്. 1-ാം അധ്യായത്തിൽ കാണുന്ന കർത്താവിൻ്റെ ദാസന്മാരും 3-ാം അധ്യായത്തിൽ കാണുന്ന ആളുകളും തമ്മിലുള്ള അന്തരം നമ്മൾ സമയമെടുത്ത് വിശദീകരിച്ചവരാണ്. സമയമെടുത്ത് നമ്മൾ വിശദീകരിച്ചു. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല, രണ്ടും രണ്ടാണ്. 1-ാം അധ്യായത്തിൽ ഉന്മേഷത്തോടെ പ്രസംഗിക്കുന്നവരുണ്ട്, അതേസമയം അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നവരുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ഏത് വിധത്തിലാണല്ലോ അവർ ക്രിസ്തുവിനെയാണല്ലോ പ്രസംഗിക്കുന്നതെന്ന് താൻ ആശ്വാസം കൊള്ളുകയാണ്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വേറെ കുറേ പുള്ളികളെ കാണാം. വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് നിൽക്കുന്നവർ. അവരെക്കുറിച്ച് 3-ന്റെ 18-ഉം 19-ഉം വാക്യങ്ങളിൽ നമ്മൾ എന്താ കണ്ടത്? അവരുടെ ദൈവം വയറ്, അവർ ക്രൂശിൻ്റെ ശത്രുക്കൾ, അവരുടെ നാശം അടുത്തിരിക്കുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്ന്. അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്. ആ കൂട്ടരെക്കുറിച്ച് നമ്മൾ വേറെ പല ഭാഗങ്ങളും ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താ? അവർ അനേകരാകുന്നു എന്നാണ്. അവർ അനേകരാകുന്നു എന്ന് കൊരിന്ത് ലേഖനത്തിലാണത് പ്രസക്തമായി കാണുന്നത്. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല. ദൈവവചനത്തിൽ അനേകർ എന്ത് ചെയ്യുന്നു? കൂട്ടുചേർക്കുകയാണ്. അവരുടെ മാനുഷികമായ ചിന്തകളും ആലോചനകളും അങ്ങനത്തെ പല ജഡികമായ ബുദ്ധികളൊക്കെ ഇതിനകത്ത് ചേർത്തുകൊണ്ടാണ് അവർ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ജഡജ്ഞാനത്തിലല്ല സംസാരിക്കുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 3:17 പറയുന്നത്, അങ്ങനെ സംസാരിക്കുന്നവരെ നിങ്ങൾ ഉറ്റുനോക്കുവീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ ശ്രദ്ധിച്ചു നോക്കുവീൻ.
പിന്നീടാണ് പറയുന്നത് മറ്റൊരു കൂട്ടർ, അവർ വലിയൊരു സമൂഹമാണ്, ബൃഹത്തായൊരു സമൂഹമാണ്, അവർ ശക്തരാണ്, ഒട്ടും മോശക്കാരല്ല. എന്നിരുന്നാൽ തന്നെയും അവർ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. അത്തരക്കാരെ വിട്ടൊഴിയുക, അവർ നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ചില ആളുകൾ നിരന്തരമായി ദൈവവചനത്തെ മറിച്ച് കളയുന്നത് കണ്ടപ്പോൾ നമ്മൾ അങ്ങനത്തെ ചില പ്രസംഗങ്ങൾ നമ്മുടെ ഈ ഫോറത്തിൽ കൊണ്ടുവന്ന് കേൾപ്പിക്കുകയും, അവർക്ക് ഒരു ദിവസം ഒരു അബദ്ധം പറ്റിയതല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ എന്തെങ്കിലും ഒരു നാക്കുപിഴയോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒന്നും വന്നാൽ അതിനെല്ലാം കയറി ചോദ്യം ചെയ്യാനോ പറയാനോ ഒന്നും നമ്മൾ ആരുമല്ല. പക്ഷെ ചിലർ ഡെലിബറേറ്റ്ലി ആദായ സൂത്രമെന്ന് കണ്ട് ദൈവജനത്തെ വാണിഭമാക്കുമ്പോൾ, അപ്പോസ്തലന്മാരുടെ വാക്കുകളാണ് ഞാൻ കടമെടുക്കുന്നത്. ഓക്കെ, പൗലോസ് അവിടെ ഈ കാര്യം പറഞ്ഞല്ലോ, അതിനോടനുബന്ധിച്ച് ഇവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഉത്സാഹിച്ചു. അങ്ങനെ ഉത്സാഹിച്ചു വരുന്ന സമയത്താണ് ഈ ചില കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടന്നു. ഇവിടെ ബാംഗ്ലൂരിൽ കുറേ ആളുകൾ ഓട്ടവും ചാട്ടവും ഒക്കെ നടത്തി. അതിൻ്റെ അനുബന്ധം എന്നോണം അമേരിക്കയിൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ വന്നു. പിന്നെ എന്താ ഇതിനിടയ്ക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ ഈ അടൂര് കുറച്ച് കോലും കൊഴിയൊക്കെ ആയിട്ട് ആളുകളൊന്ന് ഓടിക്കുന്നു, ആട്ടിൻകൊമ്പ് എടുത്തുകൊണ്ട് ഒന്ന് ഊതുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മൾ കുറേശ്ശെ അതൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ ആഴ്ചകൾ തന്നെ ഈ എന്താ പറയുക, ഒരു പ്രത്യേക സബ്ജക്റ്റ് ഇല്ലാതെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും സബ്ജക്റ്റായി എടുത്തുകൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞു പോയി. എനിക്ക് തോന്നുന്നൊരു 4-5 ആഴ്ചയിൽ കൂടുതൽ അങ്ങനെ കടന്നുപോയി. അതിനിടയ്ക്ക് ഒരാൾ മുന്നറിഞ്ഞവരെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ഒരാഴ്ച പറയാനിടയായി. അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു വന്നതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നിട്ട്, അതായത് ഈ കൊട്ടാരക്കരയുള്ള ഒരു നീല ഷർട്ടിട്ട ഒരു ഉപദേശിയുടെ വീഡിയോയാണ്. നീല ഷർട്ട്, പുള്ളി പല ഷർട്ട് ഇടും, എന്നാൽ ഒരു നീല ഷർട്ട് ഇട്ട് പുള്ളി ഇങ്ങനെ വന്നിരിക്കുക. ഞാൻ പണ്ട് കണ്ട കാലത്ത് പുള്ളിക്ക് അങ്ങനെ കാര്യമായിട്ട് മുടിയൊന്നും ഇല്ലായിരുന്നു. അവരൊക്കെയായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളിങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാരാണെന്നുള്ള ഒരു മുൻവിധി അവർക്കൊക്കെ ഉണ്ട്. അതായത് എനിക്ക് അയച്ചു തന്നയാൾക്കല്ല, അവരുടെ ഒരു സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആളുകൾ. നിങ്ങളുടെ ആ ബാംഗ്ലൂരിലുള്ള പുള്ളിക്കാരനുണ്ടല്ലോ, അങ്ങേര് അത്യാവശ്യം ഇങ്ങനെയൊക്കെ കുറ്റം പറയും എന്നൊരു ധ്വനി അവരുടെ എല്ലാം ഉള്ളിലുണ്ട്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് മായ്ക്കാനും മാറ്റാനും ഒന്നും പറ്റില്ല. അവരുടെ ചിന്തകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ പുസ്തകം അനുവദിക്കുന്ന കുറ്റങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ, അതിനപ്പുറമുള്ള അതായത് സീമകൾ കടന്നു പോയിട്ടുള്ള കുറ്റങ്ങളൊന്നും പറയുന്നില്ല. ദൈവജനത്തെ വാണിഭമാക്കുന്നത് കാണുമ്പോഴും അവരെ തെറ്റായ വഴികളിലൂടെ നടത്തുന്നത് കാണുമ്പോഴും ഒരു കാവൽക്കാരന് ശബ്ദിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ശബ്ദം മാത്രമേ നമ്മൾ പുറപ്പെടുവിക്കുന്നുള്ളൂ, അത്രമാത്രം. അപ്പോൾ ഈ അയച്ചു കിട്ടിയെന്ന് പറയുന്ന വീഡിയോ നിങ്ങളിൽ ഒത്തിരി പേര് കണ്ടതായിരിക്കും. ആ തുടക്കത്തിൽ നിന്ന് തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞു കഴിഞ്ഞാലുള്ള അതിഭീകരമായ ശിക്ഷാവിധികളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അത് സാധാരണ നിങ്ങളൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ടാകും, വിശേഷിച്ച് ഇദ്ദേഹം അത് കൂടെ പറയാറുള്ളതാണ്. ഈ സെയിം ടൈമിൽ തന്നെ നമ്മുടെ ഈ ബാംഗ്ലൂരിലുള്ള ഈ പന്നം പിടിച്ച നോട്ടുകൾ കൈകാര്യം ചെയ്യാത്തൊരു അച്ചായിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെയെല്ലാം പുകച്ചു കളയും, കർത്താവ് എല്ലാവരെയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് ഈ അച്ചായിയുടെ മോനും പറയുന്നത്. അതായത് പന്നം പിടിച്ച നോട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ചീഞ്ഞതും പുഴുത്തതും ആയതൊന്നും അവർ കൈകൊണ്ട് തൊടില്ല. ATM നിന്ന് എടുത്തത് മാത്രം, അങ്ങനത്തെ അതാകുമ്പോൾ ഇച്ചിരി ഒരു പളവളപ്പുണ്ടാവും, അങ്ങനത്തെ മാത്രം എണ്ണി ആണ് അവരുടെ ഒരു ശീലം. അല്ലാതെയൊക്കെ ഈ പെന്തിക്കോസുകാർ ചിലർ ഒരു ബോധമില്ലാതെ 5 മടക്കിയതോ 6 മടക്കിയതൊക്കെ കൊണ്ടുപോയി അവിടെ ഇടും. അതൊക്കെ അവരെ ദേഷ്യം പിടിപ്പിക്കാനല്ലേ അങ്ങനെ ചെയ്യുന്നത്. മുഷിഞ്ഞതും ചീഞ്ഞതും നാറിയതും മീൻ വിറ്റ കാശൊക്കെ കൊണ്ടുപോയി അവിടെ ഇടും. മീൻ വിൽക്കുന്നവൻ്റെ കാശ് അവിടെ കൊണ്ടുപോയി ഇടുക എന്ന് പറഞ്ഞാൽ മീനല്ലല്ലോ, ആ നോട്ടിൽ എന്തായാലും ഒരു മീനിൻ്റെ ഒരു മണമൊക്കെ കാണും. അതൊന്നും അങ്ങനെ ഇടരുത്. നിങ്ങൾ അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഇടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, നമ്മളെപ്പോലെയുള്ള ഉപദേശിമാരുടെ അടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെയല്ല, ബാങ്കിൽ കൊണ്ടിടുക, എന്നിട്ട് ATM നിന്ന് എടുക്കുക, എന്നിട്ട് അവിടെ കൊണ്ടിടുക. അപ്പോൾ അവർ വേണ്ടാത്തൊന്നും പറയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കൊട്ടാരക്കരക്കാരനും പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു, ഇവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇതേത് ആത്മാവിലെ ഈ പുള്ളിക്കാരൻ പറയുന്നതെന്ന് ഓർത്തുപോയി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ഏത് ആത്മാവിലാണെന്ന് ഓർത്തുപോയി. കാരണം എന്തെന്നറിയാവോ, നമ്മുടെ നാട്ടിൽ ഒത്തിരി രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, അതിൽ വലിയ പ്രബലമായൊരു പാർട്ടിയാണ് ഇപ്പോൾ BJP എന്ന് പറയുന്നൊരു പാർട്ടി. അപ്പം ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ ഇന്ത്യ ഭരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഇവരുടെ പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തൽക്ഷണം ഇവർ പറയുന്നത് ഇന്ത്യക്കെതിരെ പറഞ്ഞെന്നാണ്. നിങ്ങൾ ഇന്ത്യക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ,
അങ്ങനെയല്ല, ഞങ്ങളുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആശയത്തിനെതിരെയാണ്, പൊളിറ്റിക്കലിയാണ് ക്രിട്ടിസൈസ് ചെയ്തത്. അതൊന്നും അവർ സമ്മതിക്കില്ല. നിങ്ങൾ ഇന്ത്യക്കെതിരെ, ഭാരതാംബയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഇന്ത്യക്കെതിരെയാണ് നിങ്ങൾ ശബ്ദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും ഞങ്ങൾ സമ്മതിക്കില്ല. അതുപോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിലുമുണ്ട് അവിടെ ഒരു പ്രഥമനായ അദ്ദേഹത്തോടുള്ള ബന്ധത്തിലോ അവരുടെ പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ആളുകൾ പറയുകയാണെങ്കിൽ കേരളത്തിനെതിരെ നിങ്ങൾ ശബ്ദിച്ചു എന്ന് പറയും. ആ പർട്ടിക്കുലർ വ്യക്തിക്ക് എതിരെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആശയത്തിനെതിരെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞാലൊന്നും വിലപ്പോവില്ല. ആരും സമ്മതിക്കില്ല. അവർ പറയും കേരളത്തിനെതിരെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്തരം കക്ഷികൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇവരെന്താ പറയുന്നതെന്ന് അറിയാവോ? പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞെന്ന്. തരക്കേടില്ല. ഇവരുടെ കയ്യിലിരിപ്പ് മോശമാ. അതുകൊണ്ട് ആളുകൾ ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇവർ ഇറക്കുന്ന തുറുപ്പുകുലാനാണിത്. ആളുകളെ ബ്ലോക്ക് ചെയ്യാൻ പാകത്തിന്, വായടപ്പിക്കാൻ പാകത്തിന് പേടിപ്പിച്ച് കളയും. സഹോദരിമാരൊക്കെ എന്ന് പേടിച്ചെന്ന് ചോദിച്ചാൽ മതി. കഴിഞ്ഞ മാസം തന്നെ അവർ പേടിച്ചു പോകും. അത് അടുത്ത മാസത്തേക്ക് വെക്കണ്ട. അത്ര ഭയം എല്ലാത്തിനും. കാരണം ചിന്തിക്കുന്നില്ലല്ലോ. ചിന്തിക്കാത്തത് കൊണ്ടാണല്ലോ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ 3000-4000 ആൾ നിൽക്കുന്നത്, അല്ലേ? ഇവരുടെ കൂട്ടത്തിൽ കൂടാതെ വെളിയിൽ നിൽക്കുന്ന ആൾക്കാരോ അവർ ചിന്തിക്കുന്നുണ്ടോ? അവരും പലരും ചിന്തിക്കുന്നില്ല. നോക്കണം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഗംഭീരമായൊരു വെളിപ്പാട് നിങ്ങളുടെ മുമ്പ് ഞാൻ തുറന്നു തന്നു. ഗംഭീരമായൊരു വെളിപ്പാട്. ഞാൻ തുറന്നു തന്നു എന്ന് പറയുന്നത് ശരിയായൊരു പ്രയോഗമല്ല. പരിശുദ്ധാത്മാവ് തുറന്നു തന്നു. അതിന് എന്നെ ഒന്ന് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയ കൂട്ടത്തിൽ ആ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് യഹൂദ രാജാവായ ആഹാസിനെ കുറിച്ച്. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളൊരു വിഷയത്തിൻ്റെ ഏറ്റവും ഗംഭീരമായൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വരുന്നൊരു സമയമായിരുന്നു അത്. ആഹാസ് എന്താ ചെയ്തത്? യെരുശലേം ദേവാലയത്തിൻ്റെ വാതിലുകൾ അടച്ചു. പിന്നീടോ യാഗപീഠം എടുത്തു മാറ്റി ദമ്മേശെക്കിലെ ബലിപീഠം അവിടെ കൊണ്ടുവന്നു. അടുത്തത് പരിമളധൂപാർപ്പണം നിർത്തൽ ചെയ്തു. പിന്നെയോ വിളക്ക് കെടുത്തി ചെയ്യാവുന്ന എല്ലാ ദ്രോഹവും ചെയ്തു. പക്ഷെ തൻ്റെ ടൈറ്റിൽ എന്താ? യഹൂദ രാജാവ് എന്നുള്ളതാണ്. ദാവീദിൻ്റെ കൊച്ചുമകൻ എന്നുള്ളതാണ്, അല്ലേ? യഹൂദയുടെ കൊച്ചുമകനല്ലേ താന്? യഹൂദ വംശത്തിലല്ലേ, രാജവംശത്തിലല്ലേ താനിരിക്കുന്നത്? ഇപ്പം രാജാവും തന്നെയാണ്. പക്ഷെ അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തില്ല, ദാവീദിൻ്റെ വഴിയിൽ നടന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ മേല ഇവൻ ചെയ്തൊന്നും ശരിയല്ലെന്ന്. ഉടനെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കുറ്റം പറഞ്ഞു എന്നാണോ അതിൻ്റെ അർത്ഥം? ആഹാസ് വാതിലടച്ചു. ആഹാസ് ബലിപീഠം എടുത്തു മാറ്റി ദമ്മേശെക്കിലെ ബലിപീഠം അവിടെ വെച്ചു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൻ്റെ അളവിനാൽ പണിയപ്പെട്ട താമ്ര യാഗപീഠം എടുത്തു മാറ്റിയത് ചരിത്രത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതിനു മുമ്പുള്ള ഒരു രാജാവും ചെയ്യാനായിട്ട് ധൈര്യപ്പെടാത്ത കാര്യമാണ് ആഹാസ് ചെയ്തത്. ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആഹാസും തൻ്റെ ശിങ്കിടികളും പറയുകയാണ്, യഹോവയ്ക്കെതിരെ നിങ്ങൾ കുറ്റം പറഞ്ഞെന്ന്. യഹോവയ്ക്കെതിരെയാണോ കുറ്റം പറഞ്ഞത്? നീ ചെയ്തത് ശരിയല്ലെന്നല്ലേ പറഞ്ഞത്? നിന്റെ പൂർവ്വപിതാവായ ദാവീദിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് ഇങ്ങനെ പറയുമായിരുന്നോ? നാഥാനോട് തൽക്ഷണം എന്നാ പറഞ്ഞത്? യെസ്, ആ മനുഷ്യൻ ഞാൻ തന്നെയാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയത് തകർന്നൊന്നുറങ്ങിയ ഹൃദയത്തിനുടമയായി തീരുകയാണ് ചെയ്തത്. അല്ലാതെ പറഞ്ഞ പ്രവാചകനെ കൊല്ലാൻ നോക്കുകയല്ല ദാവീദ് ചെയ്തത്. നാഥാൻ യഹോവയ്ക്കെതിരെയാണോ പറഞ്ഞത്? ദാവീദ് ആരാ? യഹോവയുടെ അഭിഷിക്തനാ. യഹോവയുടെ അഭിഷിക്തൻ വചനവിരുദ്ധമായ കാര്യം ചെയ്തു, യഹോവയ്ക്ക് അനിഷ്ടമായ കാര്യം ചെയ്തു. അപ്പോൾ ദാവീദിൻ്റെ മുമ്പിൽ ചെന്ന് നാഥാൻ എന്ന പ്രവാചകൻ ധൈര്യസമേതനായി. ഇന്ന് ആളുകൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മളെ കുഴപ്പിച്ച് കളയുന്നതായൊരു ചോദ്യമാണ്. നാഥാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്, എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ടോയെന്ന്. പാസ്റ്റർ അതിലേക്ക് ഒത്തിരി സഞ്ചരിച്ചിട്ടുള്ളതല്ലേ? വഴിയിൽ എവിടെയെങ്കിലും വെച്ച്, ബസ് സ്റ്റാൻഡിൽ വെച്ചോ, ഏതെങ്കിലും വീട്ടിൽ വെച്ചോ, എവിടെയെങ്കിലും വെച്ച് നാഥാനെ കാണാറുണ്ടോയെന്ന്. ഏത് നാഥാൻ? ഒത്തിരി കാലമായാലേ മരിച്ചു പോയിട്ട്. അവർ ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദാവീദിനോട് കാര്യം പറഞ്ഞ നാഥാൻ ഇന്നുണ്ടോയെന്നാണ് ഈ ചോദിക്കുന്നത്. എന്തൊരു ചോദ്യമാണ്! ആ കാര്യം ഞാൻ വിട്ടിട്ട് ആദ്യം പറഞ്ഞതിലേക്ക് വരിക. ആദ്യം പറഞ്ഞ എന്താ? നമ്മൾ ആ ദിവസങ്ങളിൽ കണ്ടെത്തിയ കാര്യം, ഈ യാഗപീഠം. സൗരങ്ങളെ ഇന്ന് പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർത്തില്ലെങ്കിൽ ഈ കാര്യം ഒന്നുകൂടെ ഓർത്തിട്ട് പോകണം. ആ ബലിപീഠം, താമ്രയാഗപീഠം, ഉയരത്തിലെ അളവിനാൽ പണിത താമ്രയാഗപീഠം, അത് ഒരു നിഴലായി നിൽക്കുകയാണ്. അതിൻ്റെ പൊരുളാണ് കാൽവറിയിൽ വെക്കേണ്ടത്. അതിൻ്റെ പൊരുളായ യാഗപീഠമാണ് കാൽവറിയിൽ വരേണ്ടത്. നോക്കണം, ഈ കുരുത്തം കെട്ടവൻ എന്താ ചെയ്തത്? ആ ബലിപീഠം എടുത്തു മാറ്റിയിട്ട് ദമ്മേശെക്കിലെ ബലിപീഠം അവിടെ കൊണ്ടുവന്നു. അല്ലേ? അദ്ദേഹത്തെ കുരുത്തം കെട്ടവൻ തന്നെ വിളിക്കാൻ പറ്റൂ? വേറെ എന്ത് വിളിക്കാൻ പറ്റും? ജീവനുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഉടയ്ക്കാൻ, തകർക്കാൻ ശ്രമിക്കുകയാണ്. ദമ്മേശെക്കിലെ ബലിപീഠത്തിലെ അഗ്നി അകത്തു കൊണ്ടുപോയി ധൂപപീഠത്തിലോ വിളക്കിലോ
അത് പകരാൻ പറ്റുമോ? ഈ തീ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ അസന്നിഗ്ധമായിട്ട് പറഞ്ഞത് ഈ ബാംഗ്ലൂരിലും PC നാക്കിലും നിന്ന് തുള്ളിയതൊന്നും പരിശുദ്ധാത്മാവിലുള്ള അഗ്നിയല്ലെന്ന്. തറപ്പിച്ചല്ലേ പറഞ്ഞത്. ഇവിടെയാണ് കാതലായ കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത്. ആ ബലിപീഠം ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ കാണിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ്. അതിലേക്ക് വരുമ്പോൾ ക്രൂശ് എന്താ വെളിപ്പെടുത്തുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൈവിടപ്പെട്ടു പോയ നിമിഷങ്ങൾ. ഒരു സ്വരം നമ്മൾ കേട്ടതല്ലേ, കാതു തുറന്ന് കേട്ടവരല്ലേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്നുള്ള ആ സ്വരം മനുഷ്യപുത്രൻ്റെ സ്വരം. അത് മനുഷ്യപുത്രൻ്റെ സ്വരമാണ്. ആ സ്വരം നാം കേട്ടതാണ്. ആ സ്വരം കേട്ട മനുഷ്യരാ. നമുക്ക് വേണ്ടിയാണ് അവൻ ശിക്ഷാവിധിയിലേക്കും പീഡനത്തിലേക്കും കടന്നുപോയത്. അവൻ്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ? അതെല്ലാം നമ്മെ പ്രതിയായിരുന്നു. ആ ബലിപീഠം, ആ താമ്രയാഗപീഠം എടുത്തു മാറ്റിയിട്ട് ദമ്മേശേക്കിലെ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതവനാ കൊണ്ടുപോയി വെച്ചതെങ്കിലും അവനെല്ലാം ക്രൂശിൻ്റെ ശത്രുക്കളാണ്. അത് പറയുമ്പോൾ ചില സഹോദരിമാർക്കൊക്കെ നെഞ്ചുവേദന ഉണ്ടാകുക. ഇതിൻ്റെ അളവ് ആദ്യം പഠിക്ക്. ഈ താമ്രയാഗപീഠത്തിൻ്റെ അളവ് എന്താണെന്ന് മനസ്സിലാക്കി ഗ്രഹിക്ക്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. അല്ലാതെ ഇവിടെ ആരും ആരുടെ കുറ്റം പറയാൻ വന്നതല്ല. ഈ കൊട്ടാരക്കരക്കാരനെ ഞാൻ ചലഞ്ച് ചെയ്യാം. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണമെന്ന വാക്കിയെടുത്ത് ഒരാഴ്ച ഒന്ന് പ്രസംഗിക്കാമോ? നുകത്തിൻ കീഴിലേക്ക് വരണമെന്നൊന്ന് പ്രസംഗിക്കാവോ? ഇടുക്കമുള്ള വാതിലിനെ കുറിച്ചും ഞെരുക്കമുള്ള വഴിയെക്കുറിച്ചൊന്ന് പ്രസംഗിക്കാവോ? ക്രിസ്തീയ ജീവിതത്തിൽ മുള്ളുകൾ അനുവദിക്കുമെന്നൊന്ന് പ്രസംഗിക്കാവോ? ത്രോൺസ്, മുള്ളുകൾ. പിന്നെ എന്താ? ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുമോ? വിചാരിച്ചുകൊണ്ട് പ്രസംഗിക്കാവോ? അതാ പറഞ്ഞ ചലഞ്ച് ചെയ്യാമെന്ന്. എന്താ ക്രൂശിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്? കൂടെ നിന്ന പന്തിരുവർ എല്ലാവരും കൈവിട്ട നിമിഷങ്ങൾ. അവരാരും ക്രൂശിൻ്റെ ചോട്ടിലുണ്ടായില്ല. ചില സഹോദരിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ മുഖത്ത് രോമം പിഴുതു പറിച്ചില്ലേ? അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയില്ലേ? ആ കന്നത്തടിച്ചില്ലേ? അവൻ്റെ വസ്ത്രം പോലും അവർ ഊരിയെടുത്തു. പൂർണ്ണ നഗ്നനായിട്ട് ആ മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുക. അവിടെ മാത്രമോ? ആ ജീവിതം എമ്പാടും നോക്ക്. ഈ ക്രൂശ് എന്ന് പറയുമ്പോൾ ആ അന്നേരത്തെ കുറച്ച് മണിക്കൂർ നേരത്തെ കാര്യം മാത്രമല്ല, ആ എൻറ്റയർ ലൈഫിലേക്ക് നോക്കണം. ആ ലൈഫ് എങ്ങനെയായിരുന്നെന്ന് അതെല്ലാം കൂടെ ചേർത്താണ് ഈ ക്രൂശ് പറയുന്നത്. അല്ലാതെ ഈ ഒരു മണിക്കൂർ നേരത്തെയോ കുറേ മണിക്കൂർ നേരത്തെയോ കാര്യമല്ല. അത് മുഴുവനും ധ്യാനിക്കണം. ആ ധ്യാനത്തിങ്കിൽ നിന്നാണ് തീ കത്തേണ്ടത്. പുതിയ നിയമസഭയിൽ തീ കത്തേണ്ടത് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോഴായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് അമേരിക്കയിലേക്കോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ വിസ കിട്ടുമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി മാറ്റുമെന്നോ നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ അതൊന്നും കേൾക്കുമ്പോഴല്ല അകത്ത് കത്തേണ്ടത്. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന് എന്നെ ഉദ്ധരിച്ച എൻ്റെ കർത്താവ് കൊടുത്ത വില, അതിൻ്റെ ആഴങ്ങൾ കേൾക്കുമ്പോൾ അകം പിടയ്ക്കണം. അത് പിടച്ചില്ലെങ്കിൽ ഓർത്തോ, നീ വീണ്ടും ജനനാനുഭൂതി വന്നിട്ടില്ല. ക്രൂശിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഉൾക്കിടിലം ഉണ്ടാകണം. ഭയാനകമായ തീക്കകത്ത് നമ്മെ വിടുവിച്ചിരിക്കുന്നത് അല്ലേ? ആ തീയെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. സകലതും ദഹിപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്ന അസ്ഥിയെ കൂടെ കയറി പിടിച്ചെന്ന്. ആ തീയ് മാംസവും കഴിഞ്ഞ് അകത്ത് അസ്ഥിയിലേക്കും കൂടെ ആ തീ പിടിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അത്രയ്ക്കും ഭയങ്കരമായിരുന്നു ആ ന്യായവിധി. ആ ഭയാനകമായ ന്യായവിധിയിലേക്ക് നമ്മുടെ കർത്താവ് മനസ്സോടെ നടന്നു കയറി അല്ലേ? അതുകൊണ്ടല്ലേ മോശവത്സലം പാട്ട് എഴുതിയത്, മനസ്സോടെ ശാപമരത്തിലേക്ക് അവൻ നടന്നു കയറിയെന്ന് അല്ലേ? മനസ്സോടെയല്ലേ ശാപമരത്തിലേക്ക് നടന്നു കയറിയത് നമ്മെ പ്രതി. ഇതല്ലേ ധ്യാനിക്കേണ്ടത്, ഇതല്ലേ പ്രസംഗിക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ അവസ്ഥ മാറ്റും. എന്തവസ്ഥ മാറ്റും? അവസ്ഥ മാറ്റിയില്ലേ? ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാക്കി തീർത്തില്ലേ? അതല്ലേ അവസ്ഥ മാറ്റുന്നത്. ഇന്ന് പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുകയല്ലേ? ഇന്നലകളിൽ മണ്ണിൽ എഴുതി വെച്ചിരിക്കുന്ന പേരായിരുന്നു. നിങ്ങൾ ഏത് കൊമ്പത്തെ ആരായിരുന്നാലും, എത്ര വലിയവനായിരുന്നാലും, എത്ര ഉന്നതസ്ഥാനീയനായിരുന്നാലും താങ്കളുടെ പേര് അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ സഹോദര, താങ്കളുടെ പേര് മണ്ണിലാണ് എഴുതി വെച്ചിരുന്നത്. നിത്യനാശത്തിലേക്ക് നടന്നു പോയവനാ അല്ലെങ്കിൽ നടന്നു പോയവളാ. ഒരുവൻ വന്ന് നമ്മെ കൈപിടിച്ച് നമ്മെ വഴിമാറ്റി വിടുകയായിരുന്നു. അരുത്, ഇനി മുന്നോട്ട് പോകരുത് അല്ലേ?
ആ സ്നേഹം നമ്മെ തടുക്കുകയായിരുന്നു, നമ്മെ വഴി മാറ്റി വിടുകയായിരുന്നു. ഇത് ധ്യാനിക്കണ്ടേ, ഇത് പ്രസംഗിക്കണ്ടേ? ചിലരെന്നോട് പറയാം, നിങ്ങളുടെ പ്രസംഗം 4 പേരെ കേൾക്കുള്ളൂ എന്ന്. 4 മതിയെന്നേ. എന്തിനാ 4000 പേര് കേൾക്കുന്നത്? ഈ ദമ്മേശേക്കിലെ ബലിപീഠം വെച്ച് പ്രസംഗിക്കുന്നവന്റെ പ്രസംഗം 4000 പേര് കേട്ടോട്ടെ. ഈ സത്യവചനം 4 പേര് കേട്ടാൽ മതിയെന്നേ. ഇവിടെ 4000 പേരൊന്നും ഇവിടെ ആവശ്യമില്ല. ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ മുട്ടുകൂട്ടിയിടിക്കാൻ ഇടവരരുത്. അന്ന് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ പറ്റി ഏത് ഉദ്ദേശിയുണ്ട് ഇവിടെ? ഏത് സീനിയറുണ്ട്, ഏത് ജൂനിയറുണ്ട് ഇവിടെ? അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? ഈ നീല ഷർട്ടുകാരൻ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞെന്ന്. പരിശുദ്ധാത്മാവിനെതിരെ ആരാ പറയുന്നത്? നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും പരിശുദ്ധാത്മാവിനെതിരെ ദോഷകരമായ എന്തെങ്കിലും കാര്യം പറയുന്നവരാണോ? അങ്ങനെ ഒരു സെക്കൻഡ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ സഹോദരങ്ങളെ? സെക്കൻഡല്ല, സെക്കൻഡിൻ്റെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ പറ്റുമോ നമുക്ക്? നമ്മൾ എന്താ പറഞ്ഞത്? ഈ ബലിപീഠം നമ്മൾ ഒബ്സർവ് ചെയ്തു, വെളിപ്പാടിൽ നമ്മൾ കണ്ടു. നോ നോ നോ, ഇത് താമ്രയാഗപീഠമല്ല, ഇത് ഉയരത്തിലെ യാഗപീഠമല്ല, ഇത് ഉയരത്തിലെ അളവിനാൽ മോശയ്ക്ക് ലഭിച്ച യാഗപീഠമല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ദമ്മേശേക്കിലെ ബലിപീഠമാണ്. അത് നമ്മൾ എവിടെയും പറയും അല്ലേ? അത് നമ്മൾ എവിടെയും വിളിച്ചു പറയും. അത് പരിശുദ്ധാത്മാവിനെതിരെയല്ല, പരിശുദ്ധാത്മ നിയോഗത്തിലാണ് വിളിച്ചു പറയുന്നത്. സൗരങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് പരിശുദ്ധാത്മ നിയോഗത്തിലാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. ഈ പറയപ്പെടുന്ന ഈ കക്ഷികളൊക്കെ പറയുന്ന ആ ബലിപീഠത്തിൻ്റെ അളവ് നമ്മൾ നോക്കുമ്പോൾ അത് ഒക്കുന്നില്ലെന്നേ. അതിൻ്റെ സ്കെച്ചും പ്ലാനും നോക്കുമ്പോൾ അത് ഒക്കുന്നില്ല, മാച്ച് ചെയ്യുന്നില്ല. താങ്കൾ എത്ര സുന്ദരക്കുട്ടപ്പനാണെങ്കിലും കൊള്ളാം, താങ്കളുടെ പോക്കറ്റിൽ ഏതെങ്കിലും മന്ത്രി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. താങ്കൾ ഉയർത്തുന്ന ബലിപീഠം അത് തെറ്റായ ക്രമമാണ്, അത് അനേകരെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഞാനൊരു വാക്കുകൾ ചുരുക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെതിരെയല്ല ഈ പറഞ്ഞതൊന്നും. പരിശുദ്ധാത്മ നിയോഗത്താൽ, ആത്മനിയോഗത്താലാണ് പറയുന്നത്. ദൈവജനം യഥാർത്ഥ പാതയിലേക്ക് മടങ്ങി വരണം, യഥാർത്ഥ പാതയിലേക്ക്. അതിൻ്റെ മറ്റൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. ഈ ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് കാൽവറിയിലെ ക്രൂശ് വെളിപ്പെട്ട് നിൽക്കുകയാണ്. പിതാവ് തൻ്റെ പുത്രനെ പരസ്യമാക്കി നിർത്തിയിരിക്കുകയാണ് അല്ലേ? റോമാലേഖനം 3-ാം അധ്യായത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുകയാണ്. ആർക്കും ഒഴിവില്ല, ഒരാൾക്കും ഒഴിവില്ല. വളരെ ഗൗരവമായ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് തുറന്നു തന്നത്. ഗൗരവമായ കാര്യങ്ങൾ. ഇത്രയും സമയം കൂടെ മുൻപിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങളുടെ ഒരു ഗൗരവത്തിലേക്ക് ഇനിയും വരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ കാര്യങ്ങൾ തെളിഞ്ഞു വരികയാണ് വിശുദ്ധന്മാരെ ഓർമ്മിപ്പിക്കാനായിട്ട്. പക്ഷേ സമയം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നില്ലാത്തത് കൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ എഫേസ് ലേഖനത്തിൽ നിന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സമൂഹത്തെക്കുറിച്ചും ഈ വാക്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ട് വരുമ്പോൾ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ ചില പഴയ നിയമ പാറ്റേണുകളും നമ്മുടെ മുമ്പിൽ വരേണ്ടതുണ്ട്. പഴയ നിയമ പാറ്റേണുകൾ. മോശപർവ്വതത്തിൽ, അഹ്റോൻ താഴ്വരയിൽ. മോശപർവ്വതത്തിൽ വെളിപ്പാടുകൾ കൈയേറ്റുവാങ്ങുമ്പോൾ അഹ്റോൻ താഴ്വരയിൽ കാളക്കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാളക്കുട്ടികളെയല്ല, കാളക്കുട്ടിയെ. യെസ്, മോശപർവ്വതത്തിൽ വെളിപ്പാടുകൾ കൈയേറ്റുവാങ്ങുമ്പോൾ അഹ്റോൻ താഴ്വരയിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഹ്റോൻ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല, മോശയുടെ നാവായി നിൽക്കുന്ന അഹ്റോൻ ഇവിടെ ദൈവഹിതം ലംഘിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെ മറികടന്നുകൊണ്ട്, ദൈവേഷ്ടത്തെ മറികടന്നുകൊണ്ട് ജനത്തെ പാപത്തിലേക്ക് നയിക്കുന്ന ആരാ? വെളിയിലുള്ള ആരുമല്ല, ഔട്ട്സൈഡേഴ്സ് ഒന്നുമല്ല, ഇൻസൈഡിലുള്ളവരാണ് ഈ കാര്യം ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ഹോമയാഗവും സമാധാനയാഗവും ഭോജനയാഗവും അർപ്പിക്കേണ്ട അഹ്റോൻ അതേ കൈകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കൃപ പ്രാപിച്ച മോശ ഇറങ്ങി വന്നു കഴിയുമ്പോൾ മോശയുടെ ശബ്ദം, മോശ സൗമ്യനല്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. നിങ്ങൾ സൗമ്യതയെക്കുറിച്ച് എന്താ പഠിച്ചിരിക്കുന്നത്? മിണ്ടാപ്പൂച്ചയായിട്ട് കട്ടലിനടി കയറിയിരിക്കുന്നതാണോ സൗമ്യത എന്ന് പറയുന്നത്? ഇറങ്ങി വന്ന മോശയുടെ രൗദ്രഭാവം നിങ്ങളൊന്ന് കണ്ടേ. സൗമ്യനായ മോശയുടെ രൗദ്രഭാവം. കാരണം എന്നാ?
മോശ കണ്ടതാണ്. മോശ 40 ദിവസം പർവ്വതത്തിലിരുന്ന് അനുഭവിക്കുകയായിരുന്നു, ദൈവ സാന്നിധ്യം അനുഭവിക്കുകയായിരുന്നു. താൻ സേവിക്കുന്ന ദൈവം, ആത്മാവായ ദൈവം, ആ ദൈവത്തെ അനുഭവിച്ചിട്ട്, ആ സ്വരം കേട്ടിട്ട് വെളിപ്പാടുകൾ കയ്യേറ്റുവാങ്ങി താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, കോപാകുലനാകുകയാണ് മോശ. സൗമ്യനായ മോശ. അതെന്താ? അത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിമിത്തമുള്ള എരിവാണ് ആ കാണുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിമിത്തമുള്ള എരിവ്. ഇവിടെ ജനത്തെ കെട്ടഴിച്ചു വിടുകയാണ് അഹറോൻ, കെട്ടഴിച്ചു വിടുകയാണ്, ജനത്തെ പരിഹാസ്യമാക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. അഹറോൻ എന്താ ചെയ്യുന്നത്? ജനത്തെ കെട്ടഴിച്ചു വിടുന്നു, അവരെ പരിഹാസ്യരാക്കുകയാണ് ജാതികളുടെ നടുവിൽ. ദൈവത്തിൻ്റെ നീതി എന്നുള്ളത് മനസ്സിലാക്കുക. അവൻ്റെ കോപം ജ്വലിക്കുകയാണ്. മോശ ഇടിവിൽ കയറി നിൽക്കുകയാണ്. ഈ തലമുറയിലും ചില ദൈവദാസന്മാരൊക്കെ ഇടിവിൽ നിൽക്കുന്നതുകൊണ്ടാണ് പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നുണ്ട്. കാരണം തൻ്റെ പുത്രനെ വെളിപ്പെടുത്തേണ്ട ആ സമയങ്ങൾ, ലോകകാര്യങ്ങളും ഈ ആയുസ്സിൽ മാത്രമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്രൂശിനെ സ്നേഹിച്ചുകൊണ്ട് ക്രൂശിനെ വെളിപ്പെടുത്തേണ്ടവർ ക്രൂശിൻ്റെ ശത്രുക്കളായി നിൽക്കുന്നു. 1-2 പേരല്ല, അനേകരാണ്. അത് ആത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഭാരം വിശുദ്ധന്മാരുടെ നടുവിൽ പങ്കുവെക്കുന്നത്. സഹോദരങ്ങളെ, പൊതുവായ പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അതിൽ വെളിപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്, ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ധ്യാനിക്കുക. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് നമുക്ക് പിന്നെയും പോകേണ്ടതുണ്ട്. ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും ചിലരുടെയൊക്കെ ഉള്ളിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കൃത്യമായ ഒരു ആൻസറിലേക്ക് നമുക്ക് ആത്മാവിൽ കടന്നു പോകേണ്ടതുണ്ട്. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വർദ്ധിത വീര്യത്തോടെ, പ്രത്യാശ പുതുക്കപ്പെട്ട അനുഭവത്തിൽ, ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി നമുക്ക് നമ്മുടെ കർത്താവിനെ സേവിക്കാം, സ്നേഹിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.